family itself, Mr. P.K. Radish. He is our Chief Kerala Coordinator and also President Press Club Tirur. Today's topic is a very exciting topic, power of thoughts. Welcome you, sir, and I would like to invite you to start the presentation. Thank you. Thank you. Good evening, everyone. Good evening. Good evening, sir. എല്ലാവരും കയറിയല്ലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ? Start ചെയ്യാം, sir. നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാല് പിന്നെ വളരെ വൈഡായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്, പവർ ഓഫ് തോട്ട്സ്. നമുക്കിത് സാധാരണഗതിയിൽ പറയാന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പറഞ്ഞു തീർക്കാനുള്ള ഒരു സബ്ജക്റ്റ് അല്ല. നമുക്കൊക്കെ അറിയാം, നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ഈ ചിന്തകൾ എത്രത്തോളം നമ്മൾ മാറ്റുന്നുവോ അല്ലെങ്കിൽ അത് പുതിയ രൂപത്തിലേക്ക് വരുത്തുന്നുവോ അത് നമ്മളെ തന്നെ മാറ്റിയെടുക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിന്തയ്ക്ക് വളരെ വലിയ സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നതാണ്. ഞാനൊരു ലൈഫ് സ്കിൽസ് ട്രെയിനർ കൂടി ആയതുകൊണ്ട് നിങ്ങളൊക്കെ പവർ ഓഫ് തോട്ട്സിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, മറ്റ് തലങ്ങളിൽ നിന്ന് മറ്റ് യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ ഞാൻ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് ലൈഫ് സ്കിൽസുമായിട്ട് എന്റെ വിഷയം അതായതുകൊണ്ട് ലൈഫ് സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമ്മുടെ ചിന്തകൾക്ക് ശക്തി പകരാം, ആ ചിന്തകളെ എങ്ങനെ നമ്മൾ പ്രായോഗികവൽക്കരിക്കാം, ഏതെല്ലാം രീതിയിൽ അതിനെ പ്രാക്ടീസ് ചെയ്യാം, വ്യത്യസ്തമായ ചിന്തകൾ നമ്മുടെ രൂപത്തിലേക്ക് നമ്മളെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ ലൈഫ് സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ ആരെങ്കിലും കയറാനുണ്ടോ? കയറിയല്ലോ അല്ലേ? തുടങ്ങാലോ? റിയാസ് സാർ വരുമെന്ന് പറഞ്ഞിരുന്നു. ജോയിൻ ചെയ്യുമായിരിക്കും. ഓക്കെ. അപ്പൊ എനിക്കിതിന് കുറച്ചു പേരെയൊക്കെ അറിയാം, നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ബാക്കി കുറെ പേരെ പിന്നെ നമുക്ക് പരിചയപ്പെടാം. എന്തായാലും ഈ IAGCയുടെ ഈ ഒരു ചാപ്റ്റർ, ഗൾഫ് ചാപ്റ്റർ, GCC ചാപ്റ്റർ ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ച് അതിലേക്ക് ഇത്തരത്തിലൊരു പ്രസന്റേഷനെ ക്ഷണിച്ചതിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മളുടെ ചിന്തകളെ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്താം, അതുപോലെ നമ്മുടെ ചിന്തകളെ ഏതെല്ലാം രീതിയിൽ നമ്മൾ മാറ്റിയാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്ക് പ്രാക്ടിക്കലായിട്ട് കൂടി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് കുറച്ച് പ്രാക്ടിക്കൽ സെഷൻസ് കൂടെ ഇതിന്റെ കൂടെ നിങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോ നമ്മുടെ തോട്ട്സിനെ നമുക്ക് എങ്ങനെ കളർഫുൾ ആക്കാം എന്നുള്ളത് ഞാൻ മുൻപ് നമ്മളൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ജെയിംസ് അലന്റെ ഒരു പുസ്തകമുണ്ട്, ആസ് എ മാൻ തിങ്കത്ത്. ഒരാൾ ചിന്തിക്കുന്നത് എന്തോ അതാണ് അയാൾ. നമ്മൾ നോക്കുക, എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. നമ്മളെ നല്ല മനുഷ്യരാക്കുന്നത്, നമ്മളെ ചീത്ത മനുഷ്യരാക്കുന്നത്, നമ്മളുടെ സ്വഭാവം നന്നാക്കുന്നത്, നമ്മുടെ സ്വഭാവം മോശമാക്കുന്നത് ഒക്കെ നമ്മുടെ തോട്ട്സ് ആണ്. തോട്ട്സ് കറക്റ്റ് ആയാൽ മാത്രമേ നമ്മൾ ശരിയായ രൂപത്തിലേക്ക് മാറുകയുള്ളൂ. അപ്പോ അതിൽ പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം, ഒരാളെ ഒരു കഥാകാരനാക്കുന്നത്, അല്ലെങ്കിൽ ഒരു കവിയാക്കുന്നത്, ഒരു സാഹിത്യകാരൻ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിലുള്ള അഭിനേതാവാക്കുന്നത്, ഒരു കലാകാരനാക്കുന്നത്, അയാളെ സമ്പന്നനാക്കുന്നത് അയാളുടെ തോട്ട്സാണ്. അതോടൊപ്പം തന്നെ അയാൾ ഒരു ക്രിമിനലാക്കുന്നത്, ഒരു ഗുണ്ടയാക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മോഷ്ടാവാക്കുന്നത്, ദരിദ്രനാക്കുന്നത് പോലും അയാളുടെ ചിന്തയാണ്. ഇനി നമുക്ക് ആലോചിച്ചാൽ അറിയാം, ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് കാരണം നമ്മുടെ ഓവർ തിങ്കിങ് ആണ്. ഇപ്പോ നല്ല നല്ല ആളുകളെ സൃഷ്ടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മോശമായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട് സമൂഹത്തിൽ. ഇതൊക്കെ അവരുടെ ചിന്തയാണ്. അപ്പൊ നമ്മുടെ ചിന്തയ്ക്ക് ഒരു ശക്തിയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഇത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർക്കും അഭിപ്രായം പറയാനുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം തരാം. അങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ നല്ലത്. അപ്പോ ചിന്തയ്ക്ക് ശക്തിയുണ്ട്, ചിന്ത ജീവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ചിന്തയ്ക്ക് ശക്തിയുണ്ട് എന്നുള്ളത് നമുക്കൊരു ചെറിയ പ്രാക്ടീസിലൂടെ തെളിയിക്കാം. ഒരു ബയോകെമിക്കൽ ചിന്തിക്കുമ്പോൾ
നമ്മുടെ ന്യൂറോൺസിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഒരു ബയോകെമിക്കൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ആ ബയോകെമിക്കൽ ആക്ടിവിറ്റി? നമുക്കത് വെറുതെ ചിന്തിച്ചു നോക്കാം. ഇപ്പോ നമ്മൾ വളരെ ചൂടൊക്കെയാണ് ഇവിടെയൊക്കെ, ഗൾഫിലൊക്കെ നല്ല മഴ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ചൂടത്ത് നമ്മൾ ദാഹിച്ച് വലഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് നല്ല ദാഹമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇമാജിൻ ചെയ്യുക. അത് അവിടെ നമുക്കൊരു വെള്ളമൊന്നുമില്ല, ഒരു ചെറുനാരങ്ങ ലെമൺ നമുക്ക് ലഭിക്കുകയാണ്. ആ ലെമണില് നമുക്ക് വേറെ ഒന്നുമില്ല, അവിടെ കുറച്ച് ഉപ്പ് ഇരിക്കുന്നുണ്ട്. നമ്മൾ ആ ഉപ്പ് ആ ലെമണിലിട്ട് ആ ലെമൺ നാവിലേക്ക് പിഴിഞ്ഞ് നമ്മൾ ആ നീര് ഇറക്കുകയാണ്. ആ നീരിറക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നല്ല പുളിരസം നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇത് ചിന്തയുടെ ഒരു കെമിക്കൽ ആക്ടിവിറ്റി നടക്കുന്നു എന്നുള്ളതിന് നമ്മൾ ലെമൺ തിന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ലെമൺ കണ്ടിട്ടില്ല. നമ്മൾ പക്ഷേ അത് ആലോചിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ അത്തരത്തിലൊരു ചിന്ത നമുക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചിന്ത ഒരു ബയോകെമിക്കൽ ആക്ടിവിറ്റി അവിടെ നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ ചിന്തയെ കുറിച്ച് പറയുമ്പോൾ പറയും, നമ്മുടെ ഒരു മാഷ് ഒരു കഥ പറയുക, കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഹൃദയത്തിൽ 2 തരം മൃഗങ്ങളാണ് ജീവിക്കുന്നത്. ഒന്ന് സ്നേഹം, വാത്സല്യം, അനുകമ്പ, കരുണ, നന്മ, ഇതൊക്കെ ഉള്ള ഒരു മൃഗം. മറ്റൊന്ന് ഈഗോ, അസൂയ, മറ്റെന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള, മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുക, മുഴുവൻ തിന്മ, ദേഷ്യം, അതുപോലെ തന്നെ എടുത്തുചാട്ടം, ഇങ്ങനെയൊക്കെയുള്ള ഒരു മൃഗം. ഈ 2 മൃഗങ്ങളും കൂടി പരസ്പരം എപ്പോഴും സംഘർഷമാണ്. അവിടെ മാഷ് കഥ പറഞ്ഞു നിർത്തുക. അപ്പൊ ഒരു കുട്ടി ചോദിക്കുന്നു, ഇതിലേത് മൃഗം, ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ, യുദ്ധം ഉണ്ടാകുമ്പോൾ ഏത് മൃഗം ജയിക്കും എന്നുള്ളത്. അവിടെയാണ് മാഷ് പറയുന്നത്, നമ്മൾ വളർത്തുന്ന മൃഗം ഏതാണോ ആ മൃഗം ജയിച്ചിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, നല്ല മൃഗത്തെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ ആ മൃഗമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ രൂപം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇതിൽ ഓരോരോ ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യുമ്പോൾ ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ആദ്യം ചിന്തകളെ കാണേണ്ടത്. നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ ആരാണ് എന്നുള്ള ചിന്ത നമുക്ക് വേണം. അതാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മളൊരു ചിന്തയെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അതിന് വേണ്ടത് നമുക്ക് സെൽഫ് അവെയർനെസ് ആണ്. അവനവൻ ആരാണ്, ഞാൻ ആരാണ് എന്നുള്ള ചിന്ത എനിക്കുണ്ടാകും. ഇങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോഴേ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ ഏതൊക്കെയാണെന്നും അതിൽ ഏതൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്നും ഏതൊക്കെ പുതിയത് നമ്മൾ സ്വീകരിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മൾ പലരും സെൽഫ് ലവ് ഒക്കെ പറയാറുണ്ട്, സെൽഫ് ടോക്ക് ഒക്കെ പറയാറുണ്ട്, സെൽഫ് മോട്ടിവേറ്റഡ് ആവാറുണ്ട്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ പവർ, തോട്ടിന്റെ പവർ കാണണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആരാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ചെറിയ എക്സസൈസ് ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. ഒന്ന് കണ്ണടച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. വളരെ റിലാക്സ്ഡായി. എന്നിട്ട് പതുക്കെ നമ്മുടെ ബ്രീത്തിൽ ശ്രദ്ധിക്കുക. ബ്രീത്ത് മുകളിലേക്ക് എടുക്കുക. ബ്രീത്ത് പതുക്കെ താഴേക്ക്, പതുക്കെ ബ്രീത്ത് വിടുക. ആ ശ്വാസത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒന്നുകൂടെ ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുക്കുന്നതിന്റെ ഒരു താളം സാധാരണ ഞങ്ങൾ മെഡിറ്റേഷനിൽ പറയും. 4 1 2 3 4 എണ്ണുമ്പോൾ ബ്രീത്ത് എടുക്കണം. അതിൽ 7 വരെ അവിടെ പിടിച്ച് ഹോൾഡ് ചെയ്യണം. 8 വരെ എണ്ണി താഴേക്ക്, എടുത്തതിന്റെ ഇരട്ടി സമയം എടുത്തിട്ട് താഴേക്ക് വിടണം എന്നതാണ്. ഒന്നുകൂടെ ബ്രീത്ത് എടുക്കുക. കണ്ണുകൾ അടയ്ക്കുക. ബ്രീത്ത് എടുക്കുക. 1 2 3 4 1 2 3 4 5 6 7 അവിടെ ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 കുട്ടിക. കണ്ണുകൾ അടച്ച് തന്നെ വെക്കുക. ഇനി നമ്മുടെ ശരീരത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മളൊന്ന് കാണും. നമ്മുടെ ചിന്ത ആ രീതിയിലേക്ക് പോട്ടെ. നമ്മുടെ തലയിൽ നിന്ന് തുടങ്ങുന്നു. നമ്മൾ നെറ്റിത്തടം കാണുന്നു. നെറ്റിയുടെ
ആ ഭാഗമൊക്കെ ഒന്ന് കാണാം. കൺപുരികം, കണ്ണുകള്, മൂക്ക്, വായ, അവിടെ നമ്മുടെ ചിൻ കാണാം, കഴുത്ത്, തൊണ്ടക്കുഴി, നാവ്, അങ്ങനെ താഴേക്ക് നമ്മുടെ ഹാർട്ട്, അതുപോലെ തന്നെ ശ്വാസകോശം, അവിടുന്ന് വന്ന് നമ്മുടെ കിഡ്നി, നമ്മുടെ ലിവർ, നമ്മുടെ അരക്കെട്ട്, താഴേക്ക് വരട്ടെ, കാൽമുട്ട്, കാല്, കാൽപാദം, കാൽവിരലുകൾ ഒക്കെ ഒന്ന് കാണാം. നന്നായിട്ട് കാണാം. ഒന്ന് നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. നമ്മുടെ ചിന്ത നമ്മുടെ ശരീരത്തിലേക്ക് വന്നു. നമ്മുടെ ചിന്ത ഇപ്പൊ നമ്മളെ കുറിച്ചുള്ള ചിന്തയാണ്, നമ്മളുടെ സാധാരണഗതിയിലുള്ള ഒരു ചിന്തയാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് വശം കാണാം. തലയുടെ ബാക്കിൽ നിന്ന് തുടങ്ങാം. കഴുത്ത്, പുറം, നട്ടെല്ല്, അരക്കെട്ട്, തുടയുടെ പിൻഭാഗം, കാൽമുട്ടിന്റെ പിൻഭാഗം, കാലിന്റെ പിൻഭാഗം, കാൽപാദങ്ങളുടെ അടിയിലൂടെ വിരലുകൾ ഒക്കെ ഒന്ന് കാണാം. നന്നായിട്ടൊന്ന് ബ്രീത്ത് എടുക്കാം. ഇവിടെ ഇപ്പോ നമ്മളെ കുറിച്ച് 1 നിമിഷം അല്ലെങ്കിൽ 2 നിമിഷം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. നമ്മൾ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ചിന്ത നടത്താറുണ്ട്? എത്ര പേര് നടത്താറുണ്ട് എന്നുള്ളതാണ്. നമ്മളെ കുറിച്ച്, അവനവനെ കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒന്നുകൂടെ കണ്ണടയ്ക്കുക. കണ്ണടച്ച് ഞാൻ ഈ സമൂഹത്തിലെ ഒരു ജീവി, ഒരുപാട് ജീവികൾക്കിടയിൽ ഒരു ജീവി, എനിക്ക് മനുഷ്യനായതിനാൽ തന്നെ ഒരുപാട് പോരായ്മകൾ, കുറ്റങ്ങൾ, കുറവുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്കൊരുപാട് കഴിവുകളുണ്ട്. എന്നെ ഒരുപാട് പേര് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ആലോചിച്ച് നമ്മുടെ നേട്ടങ്ങൾ എന്താണെന്നും കോട്ടങ്ങൾ എന്താണെന്നും ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മളെ കുറിച്ചുള്ള ഒരു സങ്കല്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള നമുക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണ്, നമ്മുടെ പരാജയത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കോട്ടങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ മാറ്റേണ്ട എൻ്റെ സ്വഭാവ രീതി എന്താണ്, ഇതൊക്കെ ഒന്ന് നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കുക. സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കുക. നമുക്ക് നമ്മളെ കുറിച്ച്, ഇതാണ് നമ്മൾ സെൽഫ് അവയർനെസ് വരുന്നത്. നോക്കുക, നമ്മൾ നമ്മുടെ ചിന്തകളെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണമെങ്കിൽ ആദ്യം നമുക്ക് സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന ലൈഫ് സ്കില്ലിന്റെ ആദ്യത്തെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ പുതുതലമുറയ്ക്കൊക്കെ ഇല്ലാതെ പോകുന്ന ഒരു സംഭവം, ഒരു സംഗതി ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച്, എന്നിട്ട് നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക. നമ്മളെ സ്വയം സ്നേഹിക്കുക. നമുക്ക് മാർക്കിടുന്നത് മറ്റു പലരുമാണ്. നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത് മറ്റു പലരുമാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണ് ആലോചിക്കുന്നത്. നമ്മുടെ അവയവും നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ ഒരു കഴിവ്, എത്രയോ ഈ ലോകത്ത് ഒന്നുമില്ലാതെ കടന്നു വന്നവരാണ് നമ്മൾ. നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് ദൈവം തന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇവിടെയല്ല നമ്മൾ വളരേണ്ടത്. നമ്മളെ കുറിച്ച് ചിന്തിക്കുകയും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യണ്ടേ? അപ്പോഴല്ലേ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. അതിനാൽ നമ്മൾ മറ്റൊരാളെ സ്നേഹിച്ചിട്ടും, അതാണ് തോട്ട്സിന്റെ പ്രത്യേകത. എത്ര നമ്മളെ സ്നേഹിക്കാതെ, നമ്മളുടെ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കാതെ, നമ്മളെ കുറിച്ച് നമ്മൾ ഓർക്കാതെ, നമ്മൾ വിഷ്വലൈസ് ചെയ്യാതെ നമ്മൾ മറ്റുള്ളവരെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല. അപ്പൊ ഫസ്റ്റ് സെൽഫ് ലവ്. പലരും അത് കൊണ്ടുനടക്കുന്നവരും പ്രാക്ടീസ് ചെയ്യുന്നവരുമാണ്. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഒരുപാട് സക്സസ് ഉണ്ടാകും. അപ്പൊ പവർഫുൾ തോട്ടാണത്. കാരണം നമ്മുടെ ഈ ചിന്ത നമ്മൾ മാറ്റിവെക്കുന്നില്ല, അവിടെ നമ്മൾ ആലോചിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ കൂടുതൽ ശക്തമാക്കുക ആ ചിന്തകളെ. എന്നിട്ട് നമ്മൾ തന്നെ മാർക്കിടുക. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു എക്സസൈസ് കൂടിയാണിത്.
നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ട്, എന്തൊക്കെ കോട്ടങ്ങളുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, നമുക്കൊക്കെ ഒരു അസുഖം വരുമ്പോഴേ നമ്മൾ ആ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ, അല്ലെ? തലവേദന വരുമ്പോഴാണ് നമ്മൾ തലയെ കുറിച്ച് ചിന്തിക്കുന്നത്. നെഞ്ചുവേദന വരുമ്പോഴാണ് നമ്മൾ ഹാർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ കാലുവേദന വരുമ്പോഴാണ് നമ്മൾ മുട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ആവരുത്. നമുക്ക് തന്നിട്ടുള്ള ഈ ആരോഗ്യത്തെ, അനുഗ്രഹത്തെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനൊക്കെ ഒന്ന് മനസ്സിൽ കാണുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുക. അങ്ങനെ ഒരു ചിന്ത നമ്മൾ ആദ്യം തന്നെ രൂപപ്പെടുത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഇനി സൈക്കോളജിക്ക് പഠിക്കുന്നവർക്ക് അറിയാം, നമ്മുടെ ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ലോകത്തിൽ 9 സ്വഭാവ സവിശേഷതകളുള്ള ആളുകളാണ്. 9 പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ 9 ഹാബിറ്റ് ഉൾക്കൊള്ളുന്ന ആളുകൾ. നിങ്ങളൊക്കെ 1, 2, 3 ഹാബിറ്റ് അതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നവരാണ്. ഒന്നായിരിക്കും ടോപ്പ്, ഏതെങ്കിലും ഒന്നിലായിരിക്കും നിങ്ങളുടെ മെയിൻ ഇത് കിടക്കുന്നത്, ബാക്കി 2, 3 ഒക്കെ ഉള്ളത്. ഇപ്പൊ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ അതിന് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എനിയാഗ്രാം എന്ന് പറയും. പക്ഷെ അത് നമ്മുടെ ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതില് നമ്മൾ ഒന്നാമത്തെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതിൽ നിങ്ങൾ ഏതിൽ വരും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് നമ്മുടെ വിങ്സ് ഏതിലേക്കൊക്കെ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തകളെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലേക്ക് മാറാൻ കഴിയും എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. ഒന്നാമത്തെ നമ്മൾ ഈ ഇത് ചെയ്യുമ്പോൾ പിന്നെ തോട്ട്സിന്റെ ഒന്നും ഒരു ഭാഗം കൊണ്ട് അവസാനിക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറണമെങ്കിൽ ഒരു ഡയറിയും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതില് എനിയാഗ്രാമിൽ പറയുന്നത്, എനിയാഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചിന്തകളെ, മനുഷ്യന്റെ സ്വഭാവത്തെയൊക്കെ കുറിച്ച് നമ്മുടെ പിന്നെ ചിന്തകളാണ് നമുക്ക് ആക്കി തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സ്വഭാവത്തെയൊക്കെ കുറിച്ച് പഠിക്കുന്ന സവിശേഷതകൾ നമുക്ക് ആർക്ക് നോക്കിയാലും ഈ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകും. അവരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആ സ്വഭാവ സവിശേഷതകൾക്ക് കാരണം. അപ്പോ ഇവിടെ പറയുന്ന 9 സവിശേഷതകളാണ് നമുക്ക് സ്വഭാവ സവിശേഷതകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ, ഇത് പണ്ട് അഫ്ഗാനിസ്ഥാനിലെ സൂഫി വര്യന്മാര് പറഞ്ഞു കൊടുത്ത ഒരു രഹസ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതില് ഒന്നാമത്തത് പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം നമ്മളിപ്പോ ഒരു കല്യാണപ്പെരയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, കല്യാണ വീട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ വിഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുഴുവൻ നടക്കണം, ഞാനാണ് ഇവിടുത്തെ അധിപൻ, ഞാൻ പറയുന്ന പോലെ, ഇപ്പൊ താലികെട്ടാണെങ്കിൽ ഞാൻ പറയുന്ന മാതിരി വരനും വധുവും നിൽക്കണം, അതല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ അതിന്റെ ചടങ്ങുകൾ നടക്കണം. ഇങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ്. അങ്ങനത്തെ ആളുകളെ നിങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ കണ്ടിട്ടുണ്ടാകും, നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിൽ കണ്ടിട്ടുണ്ടാകും, നിങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടാകും. ചിലപ്പോ ഈ ഒരു വിഭാഗമുണ്ട്. ഈ ഒരു വിഭാഗം ഗുണമുള്ളതുമുണ്ട്, ദോഷമുള്ളതുമുണ്ട്. അതായത് നല്ല മാറ്റാം, ചീത്തയോ. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു നല്ലൊരു കാരണവര് അല്ലെങ്കിൽ നാട്ടിലൊരു കാരണവരുണ്ടെങ്കിൽ അയാൾ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ എങ്കിൽ ആ നാട് നന്നാവും, അല്ലേ? അതുപോലെ തന്നെ ആ വീട് നന്നാവും, ആ വീടിന്റെ വിളക്ക് അയാളായി മാറും. എന്നാൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയുന്നതാണെങ്കിലോ, നമ്മുടെ കാര്യങ്ങളൊന്നും അംഗീകരിക്കാത്ത ഒരാളാണെങ്കിലോ, അത് നേരെ തിരിച്ചാണ്. അങ്ങനത്തെ ആളുകളാണ് പെർഫെക്ഷനിസ്റ്റുകൾ, ആദ്യത്തെ വാദികൾ എന്ന് പറയും. അവരുടെ ചിന്തകളാണ് അവരെ അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു നല്ലവരും ചീത്തവരുണ്ട്. മമ്മൂട്ടി നടൻ പെർഫെക്ഷനിസ്റ്റ് ആട്ടോ. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബ കാര്യങ്ങളിലും ബാക്കിയുള്ള കാര്യങ്ങളിലും അതായത് വിങ്സ് മറ്റു സ്വഭാവങ്ങളിലേക്ക് വിരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയാൽ മതി. മോഹൻലാൽ പെർഫെക്ഷനിസ്റ്റ് അല്ല, അദ്ദേഹം കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നല്ല മാനേജേഴ്സ് ആയിരിക്കും. അവർക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അവർക്ക് ഇത്ര. പക്ഷേ ദോഷവശത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നിരാശ അനുഭവിക്കുന്നത് ഈ ഒരു പെർഫെക്ഷനിസ്റ്റുകളാണ്. കാരണം അവരെ ആരും അംഗീകരിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത അവരിൽ രൂപപ്പെടണം. ഞാൻ പറഞ്ഞതാരും കേൾക്കുന്നില്ല, എന്റെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ല, എല്ലാവരും തോന്നിയ പോലെ ചെയ്യുന്നു, സമൂഹം നന്നാവില്ല, ഇങ്ങനെയുള്ള ചിന്തകളാണ് അവർക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ നിരാശ അനുഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗമായിട്ട് അത് അവരുടെ ചിന്തകളാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം വരുന്ന ഹെൽപ്പേഴ്സ് ആണ്.
നമ്മൾ കല്യാണത്തെ നോക്കിയാൽ അറിയാം, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായി. അവർക്കൊന്നും വേണ്ട. അവർക്ക് ആകെ കിട്ടുന്ന അവരുടെ ഫ്യൂവൽ, അവരുടെ എനർജി എന്ന് പറഞ്ഞാല് നീ ഉള്ളത് കൊണ്ട് ഈ കാര്യമൊക്കെ ഭംഗിയായിട്ട് നടന്നു എന്നുള്ളൊരു കോംപ്ലിമെന്റ് വേർഡ് മാത്രം മതി. നമ്മൾ കല്യാണ വീടുകളിൽ അങ്ങനെ കണ്ടിട്ടില്ലേ ഒരുപാട് പേര്? കാരണം അവർ ചിലപ്പോൾ വീട്ടിൽ വളരെ അനഭിമതന്മാരും അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാത്തവരൊക്കെ ആയിരിക്കാം. പക്ഷെ നാട്ടിൽ വലിയ പ്രാധാന്യമുള്ളവരായിരിക്കും. വീട്ടിൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാൻ വരുമ്പോഴാവും അപ്പുറത്ത് വണ്ടി കെട്ടി ഒരാൾ കിടക്കുന്നുണ്ടാവും. ഭാര്യയുടെ മരുന്ന് അവിടെ കിടക്കട്ടെ, ഇയാളായിട്ട് അവർ പോയിട്ടുണ്ടാവും. അവരാണ് ഹെൽപ്പേഴ്സ്, രണ്ടാമത്തെ വിഭാഗം. അവർക്ക് കിട്ടുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്തത് നന്നായി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ അവർക്ക് വലിയ നേട്ടമൊന്നും കുടുംബത്തിലൊന്നുമില്ല, പക്ഷെ നാട്ടില് വലിയ അംഗീകാരമാവും. അവർ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. എല്ലാവർക്കും വേണ്ടി അവർ ഓടി 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 നടന്ന് ചെയ്യും എന്നുള്ളത്. അപ്പൊ രണ്ടാമത്തെ ഹെൽപ്പേഴ്സ് ആണ്. നിങ്ങളുടെ സ്വഭാവം ഇതിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സ്വഭാവം ഇതിൽ ഏതിൽ വരുന്നു എന്നുള്ളതാണ്. രണ്ടെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അച്ചീവേഴ്സ് ആണ്. നമ്മുടെ നാട്ടില് ഒരുപാട് ആളുകളെ ഹലോ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? സാർ ഒന്ന് കേൾക്കുന്നില്ല. ഹലോ കേൾക്കുന്നില്ലേ? ഞാൻ സംസാരിക്കാതിരുന്നാണ്. അതാണ് മൂന്നാമത്തെ ഒരു വിഭാഗം നമ്മൾ പറയുന്ന അച്ചീവേഴ്സ് എന്ന് പറയും. നമുക്കറിയാം എന്തെങ്കിലും തട്ടിപ്പും തരികിരയും ഒക്കെ ആയിട്ട് നമ്മളെ പറ്റിക്കുന്ന ഒരു വിഭാഗം. ഒരു സ്വഭാവം അങ്ങനെ തന്നെ രൂപവൽക്കരിച്ചിട്ടുള്ളത്. അവരെപ്പോഴും ആലോചിക്കുന്നത്, ഇപ്പൊ ഒരു കല്യാണത്തിൽ കാണിച്ചാല് ഇത് മൊത്തം എങ്ങനെ അങ്ങോട്ട് വിലക്കെടുക്കാം, ഞാനിത് ഇങ്ങനെ നടന്നാൽ പോരണ്ട, ഇതിന്റെ മൊത്തം ഇവന്റ് ഞാനാണ്ട് നടത്താം എന്നുള്ളതാണ്. അവര് ഈ പറയുന്ന മാതിരി എന്തെങ്കിലും മണി ചെയിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അതിലൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും. നല്ല എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും. ഓടി നടന്ന് അവർ നല്ല എനർജറ്റിക്, വെൽ ഡ്രസ്ഡ് ആയിരിക്കും. അവര് നല്ല സംസാരശേഷിയുള്ളവരായിരിക്കും. ആരെയും വീഴ്ത്താൻ പറ്റുന്നവരായിരിക്കും. അങ്ങനത്തെ ഒരു വിഭാഗമാണ് അച്ചീവേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ വിഭാഗം. നമ്മുടെ നാട്ടിലും അങ്ങനത്തെവരുണ്ട്. നമുക്കറിയാം ഇപ്പൊ പല എന്തൊക്കെയോ ഈ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഒരുപാട് വാർത്തകളൊക്കെ ചെയ്ത മണി ചെയിൻ പോലുള്ള തട്ടിപ്പുകൾ ഒന്ന് കഴിഞ്ഞാൽ വേറൊന്നിലേക്ക് വരും, വേറൊന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആളുകളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം. അവർക്ക് എന്താവാം, അവർക്ക് നല്ലൊരു സെയിൽസ്മാൻ ആണെങ്കിൽ അവൻ നല്ല പവർഫുൾ സെയിൽസ്മാൻ ആയിരിക്കും. അല്ല ഈ പറ്റിക്കലാണെങ്കിൽ ഈ പറ്റിക്കലും മാത്രമായിരിക്കും അവന്റെ. ആ ചിന്തയാണ് അവനെ അങ്ങനെ രൂപപ്പെടുത്തുന്നത്. മൂന്നാമത്തെ വിഭാഗം അതാണ്. നാലാമത്തെ വിഭാഗം ആക്ടേഴ്സ് ആണ്. ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർ കുറച്ച് കഥ, കവിത, കുറച്ച് ഏകാന്തത, ഒറ്റയ്ക്കിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അവരുടെ പ്രശ്നങ്ങളല്ല. അവരെന്താ വെച്ചാൽ നടന്നോട്ടെ, എനിക്കതൊരു പ്രശ്നമില്ല. കല്യാണ വീട്ടിലും അങ്ങനെ കുറെ ആള് ഇതിലൊന്നും നിൽക്കാണ്ട് പോയി ചോറ് കഴിക്കുക, തിരിച്ചു വരിക. അവരൊന്നിലും ഇടപെടുന്നില്ല. അവിടെ എന്ത് എങ്ങനെ നടന്നു, ഓഡിറ്റോറിയം എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മറ്റെന്താ എങ്ങനെയാണെന്നോ അതൊന്നും അവന് ചിന്തിക്കില്ല. അവന്റെ കാര്യം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഇങ്ങനത്തെ വിഭാഗമാണ്. അവർ കുറച്ച് ശാന്തരായിരിക്കും സ്വഭാവം. അവർക്ക് താല്പര്യം കഥകളോടും കവിതകളോടും ഒക്കെയാണ്. ഇത് നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ അവർ നല്ല നല്ല സാഹിത്യകാരന്മാർ, നല്ല രൂപത്തിലുള്ള എഴുത്തുകാര്, മറ്റു രൂപത്തിലുള്ള എന്തെങ്കിലും കലാപ്രവർത്തനം നടത്തുന്നവര് ഒക്കെ ആയിരുന്നു. ആണെങ്കിൽ അവര് നല്ല ഡ്രഗ് അഡിക്ട്സ് കൂടി ആയിട്ട് മാറും. അപ്പൊ അങ്ങനത്തെ ഒരു വിഭാഗമാണ് നാലാമത്തെ. ഇത് മോശവും നല്ലതും ഉണ്ട്, അതുകൂടി കാൽക്കുലേറ്റ് ചെയ്യണേ, എന്നിട്ട് വേണം ഒരു അസസ്മെന്റിൽ എത്താൻ. ആ രീതിയിലേക്ക് അഞ്ചാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഒബ്സർവേഴ്സ് എന്ന് പറയും. ഇവർ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കും. എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ ഞാനതിൽ പെടണ്ടേ, ഇങ്ങനെ ആലോചിക്കും നന്നായിട്ട്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് പലതവണ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കൂട്ടൽ ആ രംഗത്തേക്ക് വരികയുള്ളൂ. നല്ല ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടായിരിക്കും അവർക്ക്. അങ്ങനത്തെ ഒരു വിഭാഗം നമ്മുടെ ഈ കൂട്ടത്തിൽ അവരുടെ ചിന്താഗതിയാണത്.
ആറാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ സപ്പോർട്ടേഴ്സ് ആണ്. സപ്പോർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അയാള് ഒരു നേതാവാകില്ല, എന്നാൽ നല്ല അണിയായി, നല്ല പ്രവർത്തകനായിരിക്കും. പക്ഷേ നേതൃസ്ഥാനത്തേക്ക് അയാൾ തന്നെ എന്നും ക്ലർക്കായിട്ട് അല്ലെങ്കിൽ സഹാധ്യാപകനായിട്ട് ഇരിക്കും. ഒരിക്കലും പ്രിൻസിപ്പളോ അതല്ലെങ്കിൽ HMO ആകില്ല. കാരണം എനിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് മറ്റൊരു ലീഡറുടെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു വിഭാഗം, അവരാണ് സപ്പോർട്ടേഴ്സ്. നമ്മുടെ നാട്ടിൽ പുറത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എത്രയോ പേര് അങ്ങനെ ഉണ്ട്. സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് വരാതെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കുന്ന ഒരു വിഭാഗം. ആ രൂപത്തിലേക്കുള്ള ഇവരാണ് നമ്മൾ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ചിന്താഗതിയാണ്. ഈ ചിന്ത മാറിയാൽ നിങ്ങൾ ഏതിൽ വരുന്നോ, നിങ്ങൾക്ക് ഏതാണ് അതിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആദ്യം നോക്കണേ. ഈ വരുന്ന കാര്യങ്ങളൊക്കെ പറയും. ഏഴാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റുകളാണ്. അവർ ജീവിതം ആഘോഷമാക്കുന്നവരാണ്. ഒന്നൊരു പ്രശ്നമില്ല, നല്ലോണം യാത്രകൾ ചെയ്യും, നല്ലോണം കുടുംബത്തോടൊപ്പം ഉല്ലസിക്കും, അതല്ലെങ്കിൽ എന്തിലും സന്തോഷം കണ്ടെത്തും, എന്തിലും പോസിറ്റിവിറ്റി കണ്ടെത്തും. എനിക്ക് ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ഇന്ന് രാവിലെ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് പിന്നെ നാളെ ബാഗ് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. സന്തോഷം കണ്ടെത്തുന്ന ഒരു വിഭാഗം, എന്തിലും സന്തോഷം കണ്ടെത്തുന്ന ഒരു വിഭാഗം നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് കാണാൻ പറ്റും. അങ്ങനത്തെ ആളുകൾ വളരെ ഹാപ്പി ആയിട്ട്, അവർക്ക് കടമൊന്നൊരു പ്രശ്നമല്ല ജീവിതത്തിൽ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അതിന് കുടുംബം ആരോഗ്യം പ്രശ്നമല്ല, മക്കളുടെ വിവാഹം പ്രശ്നമല്ല, വീട് നോക്കണമെന്നോ വാഹനം വാങ്ങണമെന്നോ എന്തെങ്കിലും ചെയ്യണമെന്നോ ഇതൊന്നുമില്ല. ഹാപ്പി ലൈഫ്. ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ. ഏഴാമത്തെ വിഭാഗമാണ് ഒപ്റ്റിമിസ്റ്റുകൾ. എട്ടാമത്തെ വിഭാഗം ബോസ് എന്നാ പറയാം. അവർ കുറച്ച് ഗുണ്ടായിസം, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണം, ഈ പ്രശ്നപരിഹാരത്തിനൊക്കെ നടക്കുന്ന ആളുകൾ, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി, അങ്ങോട്ട് തിരിച്ചു പറയണ്ട എന്ന് പറയുന്ന ആളുകൾ, കുറച്ചൊരു ഗുണ്ട ലെവലിലുള്ള ആളുകൾ. ഭയങ്കര ബോൾഡായിരിക്കും ഇവര്. എന്ത് പ്രശ്നത്തെയും അവർ ഏറ്റെടുക്കും. എന്തെങ്കിലും ഒത്തുതീർപ്പുണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുത്ത് തരാം, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞത് ഏറ്റെടുക്കും. ആ പോലീസ് സ്റ്റേഷനും അവിടെ ഇവിടെ ആയിട്ട് പോകുന്ന ഒരു വിഭാഗം. രാഷ്ട്രീയക്കാരിലൊക്കെ പല ആളുകളും ഇത്തരത്തിലുള്ള ബോസുമാർ. അതുപോലെ തന്നെ ഗുണ്ടകള് പലരും ഇത്തരത്തെ ബോസുമാരാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവരിന് കുറെ അനുയായികളൊക്കെ ഉണ്ടായി അവർക്ക്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇതാണ്. ഞാൻ ഇതൊക്കെ ചുരുക്കിയേ പറയുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ വലിയൊരു ദിവസം 2 ദിവസം ക്ലാസ് എടുക്കാൻ പറ്റിയ വിഷയങ്ങളാണ്. ഞാൻ ഏറ്റവും ചുരുക്കി വളരെ സ്പീഡാക്കി, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സൂചിപ്പിക്കാൻ കേട്ടോ, ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഭാഗത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. 9ാമത്തെ ഒരു വിഭാഗം പീസ് മേക്കേഴ്സ് ആണ്. അവർ സമാധാനപ്രിയരായിരിക്കും. അപ്പോ അവര് സമാധാനം, എപ്പോഴും നാട്ടിൽ സമാധാനം വേണം, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കത് മനസ്സിനെ വല്ലാതെ ഹേർട്ട് ചെയ്യും. അവർ അത് ആലോചിച്ചിരുന്നുകൊണ്ട് അല്ലെങ്കിൽ അവർക്കത് വല്ലാത്ത പ്രയാസങ്ങൾ, ടെൻഷൻ അനുഭവിക്കും. ഇതിൽ ഗുണമുള്ളതും ദോഷമുള്ളതും ഉണ്ട്. കാരണം ചിലർ വളരെ ടെൻഷനായിട്ട് ഇവരെ നല്ല പറ്റിക്കാൻ എളുപ്പമാണ്. പറ്റിക്കുന്നവർ പറ്റിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് മാത്രമല്ല, അവർ നല്ലവരാണെങ്കിൽ അവർ നാട്ടിലെപ്പോഴും ശാന്തി, സമാധാനം, സ്നേഹം, ബന്ധങ്ങൾ, ഇതിനൊക്കെ വലിയ വില കൽപ്പിക്കുന്ന പീസ് മേക്കേഴ്സാണ്. അതായത് ഗാന്ധിജി പറഞ്ഞ മാതിരി ഈ ചെടി പഠിച്ചാൽ മറ്റേ ചെടി കാണിച്ചു കൊടുക്കുന്ന, ഒന്നിനെ എതിർക്കാനില്ല. അപ്പൊ ഇതാണ് 9 ചിന്താഗതിയുള്ള പേഴ്സണാലിറ്റികൾ. എനിയാഗ്രാം എന്നുള്ളൊരു ഭാഗത്ത് ഏറ്റവും പറയാനുള്ളത്. ഇതില് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം, ഏതെങ്കിലും ഒരെണ്ണത്തിന്. പിന്നെ ഒരു 2 1 2 ഇതിന്റെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടായിരിക്കും. ഇതിൽ നമ്മൾ നമ്മുടെ ചിന്തയെയാണ് നമ്മൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ഒരു നിമിഷം ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ ഇതിൽ ഏതിൽ വരുന്നു എന്നുള്ളതൊന്ന് ആലോചിക്കുക, അത് നോട്ട് ചെയ്യുക. 2ഉം 3ഉം ഏതാണ്? 1 ഉറപ്പായിരിക്കും, 2ഉം 3ഉം ഏതാണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് അതിന്റെ ഒരു പ്രാക്ടീസിലേക്ക് പോകാം. അപ്പൊ 1 ആളുണ്ട്, പെർഫെക്ഷനിസ്റ്റുകൾ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണം, ഞാൻ വിചാരിച്ച മാതിരി നടക്കാൻ പാടുള്ളൂ, അങ്ങനെ പറ്റുള്ളൂ എന്നുള്ളത്. അവർ കുറച്ച് നല്ല രീതിയിലേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടെ ഒരു ഒപ്റ്റിമിസ്റ്റിക്
ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്താൽ, അതിലേക്ക് ചിറങ്ങ് വിരിച്ചാൽ അവർ കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് അവർക്ക് വരാനും അവർക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനും പറ്റും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഈ ഹെൽപ്പേഴ്സ് ആണ്. ഹെൽപ്പേഴ്സ് കുറച്ചുകൂടെ ഒന്ന് ബോൾഡ് ആവണം, അല്ലേ? അവര് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും അവരുടെ കാര്യം നോക്കാൻ അവര് പിന്നെ കുറെ പിന്നിലിരിക്കുക. അപ്പൊ അവര് കുറച്ചുകൂടെ ഒന്ന് പെർഫെക്ഷനിസ്റ്റ് ആ ലെവലിലേക്ക് അവർ മാറിക്കഴിഞ്ഞാൽ, അതിലേക്ക് വിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ കുറച്ചുകൂടെ അവര് വേറെ നമ്മുടെ ഒരു ഒബ്സർവറിലേക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു ചാടുമ്പോൾ ഇവര് വല്ലാത്ത ബുദ്ധിമുട്ടിലൊക്കെ പെടുട്ടോ. ഒരു ഒബ്സർവേഷൻ ഇല്ലാതെ, നിരീക്ഷണം ഇല്ലാതെ എടുത്തു ചാടിക്കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. ചിലപ്പോ പിന്നെ അങ്ങനെയൊക്കെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് പലർക്കും. നാട്ടുപുറങ്ങളിലൊക്കെ സാധാരണ കാണാം. പിന്നെ ഏതെങ്കിലും ഒരു ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ച് ലാസ്റ്റ് അവരുടെ ഭർത്താവാണ് എന്നുള്ള രീതിയിൽ ഒപ്പിട്ടെടുത്ത് പ്രസവത്തിന് നിന്ന് വെക്കേണ്ട ആളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തിനും ഒരു തരത്തിലുള്ള നിരീക്ഷണ പാഠവും ഇല്ലാതെ അതിലേക്ക് എടുത്തു ചാടുന്നു. അപ്പൊ കുറച്ചൊന്ന് ഒബ്സർവ് ചെയ്യുക, അവർ കുറച്ചൊരു പെർഫെക്ഷനിസം അതിലേക്ക് ആഡ് ചെയ്യുക. അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് വളരെ വലിയ മാറ്റങ്ങൾ, അവരുടെ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാക്കാം. അവർക്ക് വലിയ മനുഷ്യരായിട്ട് വലിയ രീതിയിലേക്ക് അത് മാറാൻ കഴിയും. മൂന്നാമത്തെ വിഭാഗം അച്ചീവേഴ്സ് ആണ്. അവർ ഈ വെട്ടിപ്പും തട്ടിപ്പും മാത്രമാണ് അവരുടെ കയ്യിലുള്ളൂ. കുറച്ചൊരു മനുഷ്യത്വം അവർക്ക് വേണം. കുറച്ചൊരു ഒരു നല്ല പീസ് ഓഫ് മൈൻഡ് ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ കുറച്ച് ആളുകളെ ഒക്കെ ഒന്ന് വിലയിരുത്താനും ആളുകളെ ഒക്കെ ഒന്ന് സഹായിക്കാനും ഹെൽപ്പിംഗ് മെന്റാലിറ്റി അവർക്ക് കൂടുതലും വേണം. ഒരു ഹെൽപ്പേഴ്സ് എന്നുള്ള രൂപത്തിലേക്ക്. ഈ വെറും പറ്റിക്കൽ മാത്രമല്ല, നമ്മളൊരാളെ ചേർത്ത് കഴിഞ്ഞാൽ അയാള് നാളെയും കാണേണ്ടവനാണ്. അയാളുടെ പൈസയാണ് പോകുന്നത്. അയാളുടെ പൈസയെന്നാണ് എനിക്ക്, നിങ്ങൾ കണ്ടിട്ടില്ല ഈ ഇതുപോലെ മണി ചെയിനൊക്കെ ചേർക്കുന്നത്. എല്ലാവരും നമ്മുടെ നാലാളുടെ പൈസയാവും അയാൾക്ക് ഒരു വലിയ വരുമാനമായിട്ട്. അവസാനം ആർക്കും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്കും കൂടി എന്തെങ്കിലും ഉപകാരം ഉണ്ടാകണം എന്നുണ്ട് ഒരു രീതിയിലേക്ക് മാറാൻ ഇത്തരക്കാർക്ക് കഴിഞ്ഞാൽ അവര് സമൂഹത്തിൽ വളരെ നല്ല ആളുകളായി മാറി. അവർക്ക് മാറ്റം വരുത്താം. നാലാമത്തെ ആക്ടേഴ്സ്. വെറും ചിന്തിച്ചിരിക്കുക, കഥ, കവിത, കലാപ്രവർത്തനം മാത്രമല്ല വേണ്ടത്. കുറച്ചൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി അവരിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്താൽ മതി. ആ ഒരു ഹെൽപ്പേഴ്സ് ആയിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് നല്ല 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 രീതിയിലേക്ക് അവർക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പറയുമ്പോ എനിക്ക് കുറെ ഗേൾസിന്റെ മെന്റാലിറ്റി ഏറെക്കുറെയൊക്കെ ഈ ആക്ടേഴ്സിന്റെ രൂപത്തിലായിരിക്കും. കുറച്ചൊക്കെ അവർ ഒതുങ്ങിക്കൂടാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന വീട്ടിലെ സാഹചര്യങ്ങളോ മറ്റോ ആയിരിക്കും. അങ്ങനെ നമുക്ക് അതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഡിബേറ്റ് ഒക്കെ വെക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ നിങ്ങൾ TA സൈക്കോളജി പഠിക്കുമ്പോൾ അതിലൊക്കെ തുടർന്ന് തന്നെ വരുന്നുണ്ട്. ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തൊട്ട് 7 വയസ്സ് വരെയുള്ള നമ്മുടെ ചേഞ്ചസ്, ആ ഒരു ഇതിൽ അടിമപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കേണ്ടി വന്നതിൽ കുറെ പേരാണ്. ഇപ്പോ അങ്ങനെയൊന്നുമല്ല. പണ്ട് മുഴുവൻ അങ്ങനെ ആയിരുന്നു ഏറെക്കുറെ. ഇപ്പൊ ഒക്കെ ഏകദേശം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്ന രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റം സമൂഹത്തിലുണ്ട്. ഇന്ന് ഏറ്റവും സ്മാർട്ടായിട്ട് മാറിയിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ്. കുറെ പെൺകുട്ടികളൊക്കെ ആണ് എല്ലാ രംഗങ്ങളിലും വളരെ മികച്ച രീതിയിൽ വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ആ ഒരു വളരെ വലിയ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചിന്തകളിൽ ആ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആക്ടേഴ്സ് എന്നുള്ള രൂപത്തിലേക്ക് ഒന്ന് മാറണമെങ്കിൽ അവർ കുറച്ച് ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണം. കുറച്ചൊരു നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ഇപ്പോൾ ഒരു ബോസിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ കുറച്ച് ഒപ്റ്റിമിസ്റ്റിന്റെ രൂപത്തിലോ ഒക്കെ അവർ മാറിക്കഴിഞ്ഞാൽ അത് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മാറും. അഞ്ചാമത്തെ ഒബ്സർവറാണ്. ഒബ്സർവേഴ്സ് എപ്പോഴും നല്ല കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യും. അവർക്ക് എന്ത് കാര്യം ഒരു തിങ്ക് ടോയ്സ് എന്നുള്ള രൂപത്തിലേക്ക് അവർ പോകും. 2 തവണ ചിന്തിച്ചിട്ട് ഞാനത് ചെയ്യേണ്ടതാണോ ചെയ്യേണ്ടതാണോ. അവിടെ ഇവർക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരെന്ത് ചെയ്യില്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽപ്പറായിട്ട് മാറാൻ അവർക്ക് കഴിയണം. കുറച്ച് ഹെൽപ്പിംഗ് കൂടി വേണം ഒബ്സർവർക്ക്. നിരീക്ഷിച്ചോട്ടെ, അവിടെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നാൽ ഞാൻ ആ ബുദ്ധിമുട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ആ ഒരു ചിന്ത, അത് എന്ത് സംഭവിച്ചോട്ടെ. ഇപ്പൊ ഞാനൊരു കാര്യം, നമ്മൾ ഇപ്പൊ ഈ പറയുമല്ലോ, ആകാശം ഇടിഞ്ഞു വീണാലും 2 കൈ കൊണ്ട് താങ്ങാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് നമ്മുടെ മൈൻഡ് പവർ. എന്നിട്ട് പിന്നെ എന്തെങ്കിലും സംഭവിക്കാൻ വെച്ചാൽ സംഭവിച്ചോട്ടെ. അപ്പൊ ഇവരെന്ത് ചെയ്യണം? കുറച്ചൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി കൂടി
ഇവർക്കുണ്ടായി കഴിഞ്ഞാൽ അവർ പെർഫെക്റ്റായി. ആ രീതിയിലേക്ക് അവർ മാറി. പിന്നെ നോക്കുക, നമ്മൾ സപ്പോർട്ടേഴ്സ് ആണ് പറയുന്നത്. സപ്പോർട്ടേഴ്സ് ശരിക്ക് കുറച്ച് പെർഫെക്ഷനിസ്റ്റ് ആകണം. കാരണം എപ്പോഴും ഞാൻ ഇങ്ങനെ അടിയിൽ അടിമയായിട്ട്, അല്ലെങ്കിൽ എന്നും ഞാനൊരു അണിയായിട്ട്, ഒരിക്കലും ലീഡർ ആകാതെ ഒരു സാധാരണ പ്രവർത്തകനായിട്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇഷ്ടംമാരുണ്ട് കേട്ടോ. കാരണം അവർക്ക് പല നേട്ടങ്ങളും വേറെ ഉണ്ടായിട്ടുണ്ടാവും, ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഒരിക്കലും അധികാര രാഷ്ട്രീയത്തിലേക്ക് വരാതെ ഏറ്റവും അടിയിൽ നിന്നുകൊണ്ട് കളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എന്നും നേട്ടങ്ങൾ ഒരുപാട്, അവർ നമ്മൾ അറിയുന്നില്ല, ചിലപ്പോൾ പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അവർക്ക്. അധികാര രാഷ്ട്രീയമില്ല എന്നുള്ളൂ. അങ്ങനത്തെ ഒരുപാട് നേതാക്കളുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് പ്രാദേശിക തലത്തിൽ മാത്രം നിന്ന് കളിക്കുന്ന ആളുകൾ, അവരുടെ ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ പണ്ടൊക്കെ വരിക കൂടുതലും. അവരൊരിക്കലും ലീഡർ ആവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, ആ ഒരു സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ കുറച്ചൊരു പെർഫെക്ഷനിസ്റ്റ് ആകണം. കാരണം കുറച്ച് മാനേജ് ചെയ്യാൻ എനിക്ക് കഴിയണം എന്ന് തോന്നണം. എന്തുകൊണ്ട് എനിക്ക് പ്രിൻസിപ്പൾ ആയിക്കൂടെ? ഞാൻ എന്തുകൊണ്ട് എന്റെ പ്രിൻസിപ്പൽ സ്ഥാനം എനിക്കാണ് അവകാശം, അടുത്ത നെക്സ്റ്റ് പ്രിൻസിപ്പൽ ചാൻസ് എനിക്കാ. പക്ഷേ ഞാനത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ മറ്റുള്ളവർ ഇതിന് ഒഴിഞ്ഞു കൊടുക്കണം. നമുക്കത് ചെയ്യാൻ പറ്റും. അതിനല്ലേ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാനുള്ള ചിന്താശേഷി നമ്മൾ വളർത്തിയെടുക്കണം. ആ രൂപത്തിലേക്ക് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ പ്രിൻസിപ്പൾ ആകും എന്നൊരു ചിന്ത പെർഫെക്ഷനിസ്റ്റിനെ അവിടെ ചിന്തിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഒപ്റ്റിമിസ്റ്റുകളും ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളിലേക്കാണ് പോവുക. കുടുംബജീവിതം കുറേയൊക്കെ നല്ല രീതിയിലല്ലെങ്കിൽ ഇത്തരക്കാരുടെ ഒരുപാട് തകരാറിലായിട്ടുണ്ട്. കാരണം അവരവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ എന്താണ് അവർക്ക്, കുടുംബത്തെ പോലും ചിലപ്പോൾ കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ ഉല്ലാസങ്ങളിലും വിനോദങ്ങളിലും ഏർപ്പെടുന്നതും അവരുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ കുടുംബത്തോട് ചിലരുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആകണം. അവരിലേക്കും കലർത്തേണ്ടത് ഈ പെർഫെക്ഷനിസ്റ്റുകളായിട്ട് മാറും. അവർ കുറച്ച് എന്നാൽ ആയിക്കോട്ടെ, പ്രശ്നമില്ല. അത് കുറച്ചൊരു ഒബ്സർവേഷൻ വേണം. സ്വന്തം സന്തോഷത്തിന് വേണ്ടി കുടുംബത്തിന്. ക്ലിയർ ആണോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? മുമ്പൊന്ന് കുറച്ചു നേരം സ്റ്റക്കായിരുന്നു. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ് യെസ് യെസ്, ഓക്കെ ഓക്കെ. സ്റ്റക്ക് ആവുമ്പോ പറയണേ. അപ്പൊ ഇവര് എന്ത് ചെയ്യണം വെച്ചാൽ, ഇവര് കുറച്ചൊരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ആ പെർഫെക്ഷനിസ്റ്റിന്റെ രൂപത്തിലേക്ക് മാറണം. പിന്നെ വരുന്നത് ബോസാണ്. നമ്മൾ പറയുന്ന ഒരു ഗുണ്ട, ഒരു ലീഡർ, അല്ലെങ്കിൽ ഒരു എന്ത് കാര്യങ്ങളിലും ഇടപെട്ട് ചെയ്യുന്ന ഒരാള്. ഇയാള് ഒരു ഹെൽപ്പർ ക്വാളിറ്റി കൂടെ അതിലേക്ക് ആഡ് ചെയ്താൽ, രണ്ടാമത്തെ ക്വാളിറ്റി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. അയാളുടെ രൂപം, അയാളുടെ ചിന്ത, അയാളുടെ എല്ലാം മാറി. അയാള് ആ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും നല്ല മനുഷ്യനായി മാറി. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരാള് ഒരു ഹെൽപ്പറും കൂടിയായിട്ട് മാറി നിൽക്കുക. അയാൾ ഒരിക്കലും പെർഫെക്ഷനിസ്റ്റ് ആവരുത്. പെർഫെക്ഷനിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അയാൾ സ്ട്രോങ് ആവുള്ളൂ, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ അയാള് കുറച്ചുകൂടെ മാറി നല്ല രീതിയിലേക്ക് ഒരു ആളായി മാറുക, ഹെൽപ്പറും കൂടി ആയിക്കഴിഞ്ഞാൽ അയാളെല്ലാവരും അംഗീകരിക്കും. അതാണ് ആ ഒരു വിങ്സ് അങ്ങോട്ട് വിരിക്കണം, ആ ഒരു ഭാഗത്തേക്ക്. അടുത്ത വിഭാഗം ഈ പീസ് ഓഫ് മൈൻഡ് പറയുന്ന ആളുകൾ, പീസ് മേക്കേഴ്സ് എന്നുള്ള ആളുകൾ എന്ത് ചെയ്യണം? അവര് കുറച്ചൊരു ബോസിന്റെ രൂപത്തിലേക്ക് വരണം. അല്ലാതെ നമ്മൾ സാധാരണ നാട്ടുപുറത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പറമ്പിൽ നിന്ന് തേങ്ങ അടക്കിയൊക്കെ കൊണ്ടുപോകണം, അത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ പീസ് മേക്കേഴ്സ് ആണെങ്കിൽ അത് നമ്മളെ എന്നും പറ്റിച്ചുകൊണ്ടിരിക്കും. അവര് കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് ബോസിലേക്ക് വരണം. അവർ കുറച്ചുകൂടി ഹാപ്പിനെസ്സിലേക്ക് വരണം.
അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ചിന്തകളെ നമുക്ക് പകർത്തുകയും ഇത് ഏനിയാഗ്രാമിന്റെ ഒരു വശം മാത്രമേ ആയിട്ടുള്ളൂ. ഇതൊന്നും അല്ല ഇതിന്റെ കാര്യം. ഞാൻ ഈ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ആണ് ഇങ്ങനെ പറഞ്ഞു. നമുക്ക് ഇതിന്റെ വിശദമായ ക്ലാസ്സുകളിലേക്ക് പോകാം. അപ്പൊ ഇതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇതിൽ ഏതെല്ലാം വരുന്നു, ഇനി നിങ്ങൾ എന്തെല്ലാം ആയി മാറും. അവിടെയാണ് നമ്മുടെ ചിന്ത വർക്ക് ചെയ്യുന്നത്. നമുക്ക് മാറാൻ പറ്റും, നമ്മൾ മാറണം, നമ്മൾ കുറെ കാര്യങ്ങളിലേക്ക് മാറ്റം നമുക്കുണ്ടാകണം. നമ്മൾ നോക്ക്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാൾ ചിന്തിക്കുന്നത് എന്തോ അയാളാണ്. നമ്മൾ ആത്മഹത്യകൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനാകുന്നത് നമ്മുടെ ചിന്തകൾക്കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മുടെ പ്രതീക്ഷകൾ നൽകുന്ന നമ്മുടെ ചിന്തകളാണ്. അപ്പൊ ഈ ചിന്തകളാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈഫ് ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ തന്നെയാണ്. ഇനി നോക്കുക, നമുക്ക് ആരോഗ്യത്തിന്റെ, നമ്മളെപ്പോഴും ഇതിന് ഭയങ്കരമായിട്ടുള്ളൊരു പവർ ഉണ്ട് കേട്ടോ ചിന്തയ്ക്ക്. നമ്മുടെ മനസ്സിൽ ഇപ്പോ ആൽക്കമിസ്റ്റ് വായിച്ചവരുണ്ടായിരിക്കും അല്ലെ. ആൽക്കമിസ്റ്റിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളെ ശക്തമായിട്ടൊന്നിനെ മനസ്സിൽ കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് നേടിത്തരാൻ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം തന്നെ ഗൂഢാലോചന നടത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ രീതിയിൽ വളരാൻ പറ്റും. ഒരു നിമിഷത്തെ ചിന്തയാണ് ഒരാളുടെ ജീവൻ എടുക്കുന്നത്. ഒരു നിമിഷത്തെ ചിന്ത. ആ ഒരു ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇവിടെ ആരോ ലൈഫ് സ്കില്ലിൽ എന്തോ ഒരു മാതാവ് മരിച്ച് ഗൾഫിലെ ഒരാൾ ആത്മഹത്യ ചെയ്ത കഥ പറഞ്ഞു. ഞാൻ അതിലേക്ക് പിന്നെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് വരാം എന്നുള്ളത് കൊണ്ടാണ്. അവിടെ മാതാവ് മരിച്ചതോ അല്ലെങ്കിൽ വൈഫിന്റെ പ്രശ്നമോ ഒന്നുമല്ല, അയാളുടെ ചിന്തയാണ്. അയാൾക്ക് ചിലപ്പോൾ വേറെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളായിത്തീരും. അത് മെസ്സേജ് ചെയ്ത പോലെ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷനും ഇത് തന്നെയാണ്. നമ്മുടെ ചിന്ത എങ്ങനെ കൊണ്ടു നടക്കുന്നു. ഇപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ കടത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ലോണുണ്ട്, അവിടെ അത് വീട്ടാനുണ്ട്, ഒരുപാട് കടമുണ്ട്. നമ്മൾ ഒരിക്കലും കടത്തിൽ നിന്ന് കരകയറില്ല. നമ്മളവിടെ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുക. സമ്പത്തിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. നമുക്ക് വരുമാനം വരുന്നതും അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ കടം എന്നുള്ള കാര്യം തന്നെ ആലോചിക്കരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? അവിടെ സമ്പത്ത് വരും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കടം മാറി കിട്ടും. ആരോഗ്യം നോക്കുക. ആരോഗ്യത്തിന്റെ വലിയ ഒരു പ്രശ്നമാണിത്. ചില ആളുകൾക്ക് എപ്പോഴും, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത ഒരാൾക്ക്, ഒരു ലേഡി, അവർക്ക് എന്ത് വേദന വന്നാലും ക്യാൻസർ ആണ് എന്നുള്ള ചിന്ത. അവരതിലിങ്ങനെ ജീവിക്കുക. അപ്പൊ നമുക്ക് ഇത്തരം ആളുകളുണ്ട്, നമ്മളെക്കുറിച്ച് നമ്മളുടെ ചിന്തകളെ രൂപപ്പെടുത്തി എടുക്കുന്ന, നമുക്ക് അറ്റാക്കിനെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ച് മറ്റെന്തെങ്കിലും രോഗം, അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കൈവരിക്കും. അതുകൊണ്ട് നല്ല ചിന്തകൾ, പോസിറ്റീവ് ചിന്തകൾ കെട്ടിപ്പടുക്കുക. അതിന് നമ്മൾ ആദ്യം വേണ്ടത് ഇത്തരത്തിലുള്ള സെൽഫ് അവയർനെസ് ആണ്. ലോ ഓഫ് അട്രാക്ഷൻ മുഴുവൻ പറയുന്നതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്തകൾ രൂപപ്പെടുത്തേണ്ടത് എന്ന് നോക്കുക. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് വലിയ പവറാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സാധനം, എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ വിളിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അത് എന്തുകൊണ്ട് പഠിപ്പിക്കും? ചില കുട്ടികൾ വളരെ ബ്രൈറ്റ് ആയിരിക്കും. അവർ നമുക്ക് കാണാം, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ചെയ്താൽ എങ്ങനെ. നമ്മൾ ചില കുട്ടികളൊക്കെ വളരെ ഇതായിട്ട് ചോദിക്കും, എന്താ ഇത് എപ്പോഴും സംശയമായിരിക്കും അവർക്ക്. അവരെന്ത് ചെയ്യുമെന്നറിയും? അവർ അബദ്ധങ്ങളിൽ ഏർപ്പെടില്ല. അവരേറ്റവും നല്ല സമൂഹത്തിലെ നല്ല പൗരന്മാരായിട്ട് വളരും. കാരണം അവർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. ആ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരാൾ വിളിച്ചാൽ അയാളുടെ കൂടെ പോയി ഒരു അബദ്ധത്തിലേക്ക് പോയില്ല. എന്തിനു നീ എന്നെ വിളിക്കുന്നു? എന്താണ് അവിടെ പോയ കാര്യം? അത് എനിക്കുള്ള നേട്ടം. ഞാൻ അവിടെ പോയത് കൊണ്ട്, അവന്റെ കൂടെ പോയത് കൊണ്ട് എന്താണ് എനിക്കുള്ളൊരു, ഇതൊക്കെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് അവൻ ചോദിക്കും. ഒരു ലഹരിക്ക് അടിമപ്പെടില്ല.
കാരണം അത് ഞാൻ അവന്റെ കൂടെ ചെന്നിപ്പോ നമുക്കറിയാം, സാധാരണ ബാംഗ്ലൂരിലൊക്കെ ഞങ്ങൾ കാണുന്ന ഒരുപാട് കേസസ് ആണ്. കുട്ടികൾ അറിയാതെ കൂട്ടുകെട്ടിൽ ചെന്ന് പെടുന്നു, അവസാനം അവർ മാരകമായ ലഹരിക്ക് അടിമപ്പെടുന്നു, ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസമോ ഒക്കെ പാതി വെച്ച് നിർത്തുന്നു. വീട്ടുകാർ വിചാരിക്കുന്നത് നല്ല രീതിയിലുള്ള പഠനമാണെന്ന്, വീട്ടുകാർ കൊണ്ട് പൈസ അയച്ചു കൊടുക്കുന്നു. പക്ഷെ അവിടെ പോകുന്ന കൂട്ടുകെട്ടിലൂടെയാണ്. അപ്പൊ അങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരാൾ എന്തിനാണ് ഞാൻ ഇവന്റെ കൂടെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇവൻ വിളിച്ചാൽ ഞാൻ എന്ത്, അവൻ തരുന്ന സാധനം ഞാൻ എന്തിനു ഉപയോഗിക്കണം, ഇങ്ങനെയായിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു നല്ല രീതിയിൽ വളരും. അപ്പൊ നമ്മുടെ കുട്ടികളെയൊക്കെ വളർത്തേണ്ടത് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കാനും അതിന് ആൻസർ പറഞ്ഞിട്ടും ഒക്കെയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ജീവിതം തരുന്നതും നമ്മളെ മരിക്കാൻ പ്രേരിപ്പിക്കുന്നതും നമ്മളെ തകർക്കുന്നതും നമ്മളെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരുന്നതും ഒക്കെ നമ്മുടെ തോട്ട്സാണ്. ഇപ്പൊ സാധാരണഗതിയിൽ NLP ഒക്കെ പഠിക്കുന്നവരുണ്ടായിരിക്കാം. നമ്മുടെ ചിന്തകളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ അതിയായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്നാൽ, ഇപ്പൊ എന്തിനു പറയുന്നു, പലപ്പോഴും പല ആളുകളും പരീക്ഷണം നടത്തിയിട്ട് പറയുന്നുണ്ട്, പിന്നെ നമ്മളൊരു ആളെ, നമ്മളോട് പിണങ്ങി നിൽക്കുന്ന ഒരാള് അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാള്, അയാളെ കുറിച്ചുള്ള തോട്ട്സ് നമ്മുടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നോക്കുക. ആ തോട്ട്സ് നമ്മളെ അവിടെ എത്തിക്കുന്ന പറയാം. അത് ഒരു വല്ലാത്തൊരു ആകർഷണമാണ്. പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ഇത്തരം ചിന്തകളിലൂടെയാണ്, രോഗാവസ്ഥയിൽ നിന്ന്. ഇപ്പൊ ഹാൾ എറോൾഡ് എന്ന് പറയുന്ന ആളുടെ മോർണിംഗ് മിറാക്കിൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചതുണ്ടാവും. ഞാൻ അതിന്റെ കൂട്ടത്തില് ഇതില് പറയുന്ന ഈ ഹാൾ എറോൾഡ് എന്ന് പറയുന്നത് ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി. അവൻ 20ാമത്തെ വയസ്സിൽ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി. പക്ഷെ 20ാമത്തെ വയസ്സിൽ ഒരു കാറ് വന്നിട്ട് അവന് ഇടിക്കുകയാണ് ചെയ്യുന്നു നടന്നു വരുമ്പോൾ. അതോടെ അവന്റെ 6 മിനിറ്റ് അവന്റെ ശ്വാസം നിലയ്ക്കുന്നു, 11 എല്ലുകൾ പൊട്ടുന്നു. അങ്ങനെ ഈ 6 ദിവസം തുടർച്ചയായിട്ട് ബോധരഹിതനായിട്ട് ആശുപത്രിയിൽ കിടക്കുന്നു. അവിടുന്ന് എല്ലാവരും മരിച്ചു എന്ന് വിധി എഴുതുന്നു. പള്ളിയില് അവനെ ഒടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരുന്നതിന്റെ ആ സമയത്ത് 7ാമത്തെ ദിവസം അവൻ കണ്ണ് തുറക്കുക. ആ കണ്ണ് തുറക്കുന്നത് കൂടി എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് പിന്നെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരവ്. അത് ചിന്തയുടെ പവറാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. എന്റെ ചിന്തയാണ് എന്നെ ജീവിതത്തിലേക്ക്, അങ്ങനെ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാരത്തൺ മത്സരത്തിൽ മത്സരിച്ച് അതിൽ വിജയം നേടുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കറുള്ള ആളായി മാറുകയാണ്. ഒരുപാട് പുസ്തകങ്ങൾ രചിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തന്നെ കഥ പറയുന്നതാണ് ദ മോർണിംഗ് മിറാക്കിൾ എന്ന് പറയുന്ന പുസ്തകം. അതില് സേവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതിനാണ് അദ്ദേഹം പ്രാധാന്യം. സേവേഴ്സ്, ഈ 6 അക്ഷരങ്ങൾ, 6 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തൊന്ന് എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊന്ന് സൈലന്റ് ആയിട്ട് കിടക്കുക എന്നുള്ളതാണ്. വളരെ സൈലന്റ് ആയിട്ട് നമ്മളൊന്ന് കിടക്കുക. എന്നിട്ട് നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോ കണ്ടുപോലെ തന്നെ നമ്മുടെ ഒരു സെൽഫ് ലവ്, ഒരു സെൽഫ് ടോക്ക്, ഒരു സെൽഫ് അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മളെയൊക്കെ ഒന്ന് നമ്മൾ കാണുക. ഇതിന് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുക. നമ്മൾ ഈ പുലരി, ഈ പ്രഭാതം കണ്ടതിന് നന്ദി. നമുക്ക് നല്ല മാതാപിതാക്കളെ തന്നതിന് നന്ദി, നല്ല പാർട്ട്ണറെ തന്നതിന് നന്ദി, നല്ല കുട്ടികളെ തന്നതിന് നന്ദി, ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞതിന് നന്ദി. ഇങ്ങനെ 10 അനുഗ്രഹങ്ങളെ വിളിച്ചു നോക്കുക. അതിനുശേഷം അദ്ദേഹം പറയുന്നത് A ആണ്, അഫർമേഷൻ ആണ്. നമ്മൾ എന്താണ് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമ്മൾ അഫർം ചെയ്യാം. നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്തെങ്കിലും ആവണം. ഇപ്പൊ കളക്ടർ ആവണം എന്നുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ വരിക, അല്ലെങ്കിൽ നമുക്ക് രോഗാവസ്ഥയിൽ നിന്ന് മോചനം വേണം എന്നുള്ളത്, അങ്ങനത്തെ കുറെ കാര്യം നമ്മൾ അഫേം ചെയ്യണം എന്നുള്ളതാണ്. അഫർമേഷൻ ആണ് 2ാമത്തെ SA. 3ാമത്തെ ദി വിഷ്വലൈസേഷൻ. നമ്മൾ എന്തെങ്കിലും ചിന്ത വലിയ സംഭവം വിഷ്വലൈസേഷൻ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആയതായിട്ട് സങ്കല്പിക്കുക, അതായതുപോലെ നമ്മൾ ബിഹേവ് ചെയ്യുക. കേൾക്കുന്നില്ല? ഇത് ക്ലിയർ ആയിട്ടില്ല. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഹാൾ എറോൾഡ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പകർത്തിയ ഒരു കാര്യം മോർണിംഗ് മിറാക്കിൾ എന്ന് പറയുന്ന പുസ്തകം
ആയിട്ട് ഇറങ്ങുക ചെയ്യുന്നത്. അതിൽ സേവേഴ്സ് എന്ന് പറയുന്ന 6 കാര്യങ്ങളാണ്. അതിനെ സേവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്, പറഞ്ഞു. യെസ് സർ. അതില് എസ് ആദ്യം നമ്മൾ രാവിലെ എണീച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് സൈലന്റ് ആയിട്ട് നമ്മളൊന്ന് കാണുക. നമ്മളൊരു സെൽഫ് ലവ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഈ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ ഒരു 10 അനുഗ്രഹങ്ങൾ എഴുതുക. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുക. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ അഫർമേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ, നമ്മൾ എന്താവണം, നമ്മുടെ ഭാവി എന്താവണം, നമ്മുടെ കുട്ടികളുടെ ഭാവി എന്താവണം, അവര് എന്താവണം എന്നുള്ളത് അവരെ ചിന്തിക്കാൻ പഠിപ്പിക്കുക, അഫേം ചെയ്യുക. 3 വിഷ്വലൈസേഷൻ ആണ്. നമ്മൾ എന്ത് ആയി എന്നുള്ളത് ഇപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കുക. നമ്മൾ ആ ആയ പോലെ തന്നെ നമ്മൾ കാണുക, അതുപോലെ പെരുമാറാൻ കുട്ടികളെ പഠിപ്പിക്കുക. അവരതായിത്തീരും എന്നുള്ള ചിന്തയുടെ വലിയൊരു ശക്തിയാണ് വിഷ്വലൈസേഷൻ വരുന്നത്. ഈ പറയുന്നതിന് നാലാമത്തെ നമ്മൾ കുറച്ചൊന്ന് എക്സസൈസ് ചെയ്യുക. ഈ എക്സസൈസ് ആണ് കുറച്ചൊരു വ്യായാമം. അത് ബ്രീത്തിങ് എക്സസൈസ് ആകാം, സ്ട്രെച്ചിങ് ആവാം, അതല്ലെങ്കിൽ യോഗയാകാം, മറ്റെന്തെങ്കിലും ആകാം. അങ്ങനെ കുറച്ച് ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ ഒന്ന് നടക്കുക, ഒന്ന് എക്സസൈസ് ചെയ്യുക. ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും പറയും എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ശരിക്കും നല്ല പോസിറ്റീവ് എനർജി ഉത്പാദിപ്പിക്കുന്നുണ്ട്, വളരെ വലിയ പോസിറ്റീവ് എനർജി ഉത്പാദിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് അത് മുടങ്ങാതെ ചെയ്യുന്നവർക്ക് നല്ല എനർജി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. 6 റീഡ് ചെയ്യുക, ബുക്ക്, എന്തെങ്കിലും ഒരു 4 5 പേജ് നല്ല പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് അറിയാം, ഒരു പേപ്പറിന്റെ കഷ്ണം കിട്ടിയാൽ പോലും അതിനൊരു പുതിയ അറിവ് നമുക്ക് ലഭിക്കും, അല്ലെ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു 4 5 പേജ് ഒരു ദിവസം പുസ്തകം വായിച്ചു വെക്കുക. അവസാനം സേവേഴ്സ് വരുന്നത് സ്ക്രൈബ് ചെയ്യുക, അത് ജേർണൽ ചെയ്യുക, നോട്ട് ചെയ്യുക, കുറിച്ചിടുക. എന്ന് നമ്മൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. രാത്രി കിടക്കുമ്പോഴൊക്കെ നമുക്ക് എന്തെല്ലാം അറിവുകൾ കിട്ടി എന്നുള്ളത്. ഇങ്ങനെയുള്ള 6 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റി. ഇതെല്ലാം ചിന്തകളാണ്, എല്ലാം ചിന്തകൾ കൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. സമയം കൂടി പോകുമോ? എത്ര സമയമുണ്ട്? സാർ ഒരു 8 മണി വരെ പോവാം. ഞാനൊരു ചെറിയ നമ്മൾ ചിന്തയുടെ ശക്തിയുടെ ഒരു ചെറിയ ഒരു എക്സസൈസ് കൂടി ചെയ്യിക്കുകയാണ്. ഇപ്പോ എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. ബ്രീത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇൻഹൈൽ ചെയ്യുക, എക്സ്ഹൈൽ ചെയ്യുക. ഒരു 2 തവണ അങ്ങനെ ഒന്നുകൂടെ ചെയ്യാം. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മരണം വേണ്ട, ഞാനൊരു തെറാപ്പി ചെയ്യാൻ കേട്ടോ, അതിലേക്ക് വരിക. മരണമൊഴികെ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു വിഷമം, എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ നോവിക്കുന്ന എന്തെങ്കിലും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും ആലോചിക്കുക. നമ്മുടെ മനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ നേടാൻ കഴിയാത്തതിന്റെ ആയിരിക്കും, നമുക്ക് അവഗണന ഒരുപാട് കിട്ടിയതിന്റെ ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മൾ ഉപദ്രവിച്ചതായിരിക്കും, കുട്ടിക്കാലത്തുണ്ടായിരുന്ന നമുക്ക് പ്രശ്നങ്ങളായിരിക്കും, നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. എന്തോ ആയിക്കോട്ടെ, കണ്ണുകൾ അടയ്ക്കുക, ശാന്തമാകുക, ശാന്തമായി ആലോചിക്കുക. ആ ഒരു സാധനം ആലോചിക്കുക. അങ്ങനെ ഒരു സാധനം ഒറ്റൊന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. പലതും വരും, ചിലർ ഒരുപാട് കാര്യങ്ങൾ വരും. എന്നിട്ട് കണ്ണടച്ച് മനസ്സിൽ അത് കംപ്ലീറ്റ് കളറായി വിഷ്വലൈസ് ചെയ്യുക. ആ നടന്ന സംഭവം എന്താണ് എന്ന് വളരെ വീഡിയോ രൂപത്തിൽ നമ്മൾ കാണും. ആ സംഭവത്തെ കുറിച്ച് ആലോചിക്കുക, അതിനുണ്ടായ കോണ്ടെക്സ്റ്റ്, അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്നവര്, അവിടെ നമ്മൾ അനുഭവിച്ച മനോവിഷമം, നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ, ഇതൊക്കെ മൈൻഡിൽ ഒന്ന് കാണുക. നന്നായി അത് വീഡിയോ രൂപത്തിലാണ് കേട്ടോ നമ്മൾ കാണുന്നത്. നല്ല നല്ല വീഡിയോ രൂപത്തിൽ വളരെ ക്ലിയർ ആണ് സംഭവം വളരെ ക്ലിയർ ആണ്.
ഇനി അത് നമ്മളതൊരു A4 സൈസിലേക്ക് ആക്കാൻ പോവാണ് കേട്ടോ. എല്ലാവരും മൈൻഡ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ചിന്തയുടെ ശക്തി. നമ്മളതൊരു A4 സൈസ് പേപ്പർ ഷീറ്റിലേക്ക് മാറ്റുകയാണ് ആ സംഭവം. A4 സൈസ് ഷീറ്റിലായി കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച ആ വലിയ സംഭവം A4 ഷീറ്റിലായി മാറിക്കഴിഞ്ഞു. അത് നമ്മൾ ഏകദേശം അതിന്റെ ബ്രൈറ്റ്നെസ് കുറയ്ക്കുകയാണ്. ഇപ്പൊ കളർ രൂപത്തിലാണ് A4 ഷീറ്റിൽ നിൽക്കുന്നത്. ഞാൻ 10 to 0 വരെ എണ്ണുമ്പോഴേക്കും അതിന്റെ കളർ കുറയാൻ പോവുകയാണ്, തുടങ്ങുകയാണ്. ഇപ്പൊ 10ലാണ് നിൽക്കുന്നത്. അതിന്റെ കളർ മങ്ങി തുടങ്ങുന്നു. 9, നമ്മുടെ ചിന്ത പോട്ടെ. 9, 8, 7, 6, 5, നല്ലോണം പകുതിയോളം അത് മങ്ങിക്കഴിഞ്ഞു. 4, 3, നല്ലോണം മങ്ങി. 2, 1, ഇപ്പൊ അതൊരു നെഗറ്റീവ് രൂപത്തില് 0. ഇപ്പൊ ആ ഒരു ചിത്രം നമ്മുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് രൂപത്തിലാണ് കാണുന്നത്. ഒന്നും വ്യക്തമല്ല. നമ്മൾ ആ സംഭവത്തെ കുറിച്ച് കാണുന്നേ ഇല്ല. എല്ലാം അവ്യക്തമായ ഒരു നെഗറ്റീവ് ചിത്രം. ഇനി നമ്മളത് ചെറുതാക്കാൻ തുടങ്ങാം. അത് ചെറുതാകുന്നു. 10 മുതൽ 0 എത്തുമ്പോൾ ഇത് വളരെ 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 ചെറുതാകാൻ. ഇപ്പൊ നെഗറ്റീവ് ചിത്രമാണ്. നോക്കാം. 10 A4 സൈസ് വലുപ്പത്തിൽ നിന്ന് 9 അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 8 വീണ്ടും കുറയുന്നു. 7 നല്ലോണം കുറയുന്നു. ചെറുതായി വരുന്നു. 5, 4, 3, 2, 1, 0. ഒരു പൊട്ട് രൂപത്തിൽ മാത്രമായി. ഇപ്പൊ ആ പ്രശ്നം ഒരു പൊട്ട് രൂപത്തിൽ മാത്രമാണ് ഉള്ളത്. ഒരു ശക്തമായ കാറ്റടിക്കുന്നു. ആ പൊട്ട് പറന്നു പോവുകയാണ്. ആ പൊട്ട് രൂപത്തിലുള്ള ആ പ്രശ്നം അതാ പറന്ന് 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 100 കിലോമീറ്റർ കാറ്റത്ത് ആകാശത്തേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ 100 കിലോമീറ്റർ, 200 കിലോമീറ്റർ, 500 മൈൽ, അങ്ങനെ ദൂരെ മേഘപാളികളിലേക്ക് എത്തി ഒരു ഇടിയും മിന്നലും വന്ന കടലാസ് തുണ്ട് കരിഞ്ഞ് കത്തി കടലിലേക്ക് ചാരമായി വീഴുന്നു. ആ പ്രശ്നം അവിടെ അവസാനിച്ചു. കണ്ണുകൾ അടച്ചു തന്നെ ഇരിക്കുക. കേൾക്കുന്നില്ല സാറേ. ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല സാറേ. ഈ തരത്തില് സാറേ ലാസ്റ്റ് പാർട്ടേ കേൾക്കുന്നില്ലായിരുന്നു. ഇപ്പോഴും ക്ലിയർ ഇല്ല. നോട്ട് ക്ലിയർ. ഇല്ല. യെസ്. സാറേ കേൾക്കുന്നില്ല. ഒന്ന് സംസാരിക്കാമോ? One second. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട് തോന്നുന്നു. Clear അല്ലേ?
ഇപ്പൊ കേക്കാം. അതിന്റെ ആ കണ്ടിന്യൂഷൻ പോയിട്ടോ, അതാണ് പ്രശ്നം. ഇല്ലല്ല, ഏകദേശം എല്ലാം നമ്മുടെ തോട്ട്സ് ആണ് നമ്മൾ അവിടെ പറഞ്ഞത്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള വിശദമായിട്ടുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ തെറാപ്പിയും കൂടുതൽ തോട്ട്സും ഒക്കെ ആയിട്ട് വരാം. പക്ഷെ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. ആ ചിന്തിക്കുന്നതിന്റെ ആ ഒരു ഇത് നമുക്ക്, നമ്മുടെ തോട്ട്സ് ആണ് എവറിത്തിങ്. പലപ്പോഴും നമ്മൾ പറയും ആറ്റിറ്റ്യൂഡാണ്, മനോഭാവം അതല്ലേ എല്ലാം. അല്ല, മനോഭാവം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകളാണ്. അപ്പോൾ നമ്മുടെ ചിന്തയെ പവർഫുൾ ആക്കുക. അങ്ങനെ പവർഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് വലിയ ലക്ഷ്യങ്ങളും നേടാനും ഏത് ഉന്നതങ്ങൾ കീഴടക്കാനും നമുക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ചിന്തകൾ വാർത്തെടുക്കുക, പോസിറ്റീവ് ചിന്തകൾ വാർത്തെടുക്കുക, പോസിറ്റീവ് ആളുകളുമായിട്ട് കൂട്ടുകൂട്ടുക, നല്ല നല്ല കാര്യങ്ങൾ അതുപോലെ ആലോചിച്ച് ചെയ്യുക, നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ സമയം വളരെ കൂടി. ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് പോരാ. ഞാൻ കുറച്ച് ഭാഗം മാത്രമേ എൻ്റെ കഴിവിന്റെ ലിമിറ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങാം. പലരും കേട്ടതാണ്, പക്ഷെ ഞാൻ ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഏറ്റവും നല്ലൊരു ടോപ്പിക് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. തീർച്ചയായും നമ്മളെ ഓഡിയൻസിന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. നമുക്കിനി അവരുമായിട്ടൊന്ന് സംസാരിക്കാം. ഓഡിയൻസ് പ്ലീസ്. നമ്മുടെ രാധിക മാം പിന്നെ ഉണ്ടോ? രാധിക മാം ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ജസ്റ്റ് ക്ലാസ് കഴിഞ്ഞത് ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. ഇവിടെ പുല്ലാര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അപ്പൊ ഞാൻ ഇന്ന് രതീഷ് മാഷിന്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവരിപ്പോ സ്റ്റാർട്ടിംഗ് മുതൽ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്ന് വിളിക്കുന്ന ഒരു സെക്കൻഡ്സ് മുന്നാണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തിരക്കോട്ട് പോയതായിരിക്കാം. ഫീഡ്ബാക്കിന് സമയമായതുകൊണ്ട് എല്ലാവർക്കും ഓരോ പ്രയാസങ്ങൾ ഉണ്ടാവും. അതാവും. ആരൊക്കെ എന്തൊക്കെയാ ഒന്നുമില്ലേ? നമ്മുടെ ആളുകളൊക്കെ വളരെ എനർജറ്റിക് ആണല്ലോ. സാർ, ഈ നെഗറ്റീവ് തോട്ട്സ്, സാർ ഒരു സംശയം. ഈ നെഗറ്റീവ് തോട്ട്സ് മൈൻഡിൽ നിന്ന് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കാൻ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് മാത്രമേ ഉള്ളൂ. എന്താണോ നമുക്ക് നെഗറ്റീവ് വരുന്നത് അതിനെ നമ്മൾ പോസിറ്റീവ് കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നമുക്ക് എന്ത് നേട്ടം അതാലോചിച്ച് നോക്കുക. എന്തുകൊണ്ട് അത് ഇപ്പൊ ഞാൻ പറയട്ടെ, കടം നെഗറ്റീവ് തോട്ട്സ് ആണ്. നമ്മൾ കടം മാറണം എന്ന് പോലും ചിന്തിക്കരുത്, നമ്മൾ സമ്പത്ത് കൈവരണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പൊ പോസിറ്റിവിറ്റി കൊണ്ട് നെഗറ്റിവിറ്റിയെ പ്രതിരോധിക്കുക, അതാണ് ഏറ്റവും വലിയ വെപ്പൺ അതിലുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ഹലോ സാർ. യെസ്. നമ്മളെ ഏറ്റവും സാഡ് ആക്കിയ ഒരു മൂവ്മെന്റ് നമ്മളെ മൈൻഡിൽ നിന്ന് കംപ്ലീറ്റ്ലി റിമൂവ് ആവാൻ എന്താ ചെയ്യാ? അത് കംപ്ലീറ്റ്ലി റിമൂവ് ആവില്ലല്ലോ. റിമൂവ് ആവുന്നില്ല എന്നാണോ? റിമൂവ് ആവില്ലല്ലോ, അത് നോർമൽ അല്ലേ? കംപ്ലീറ്റ്ലി അത് നമ്മളെ മൈൻഡിൽ നിന്ന് പോവില്ലല്ലോ, അത് സംവർ ഉണ്ടാവും അവിടെ അല്ലേ? അങ്ങനെയില്ല. നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ മറവിക്കും പറ്റും. മറവി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ എവിടെയോ എത്തിപ്പെട്ടിട്ടാവും. നമുക്ക് പലതും മറക്കാൻ കഴിയുന്നതുകൊണ്ടല്ലേ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് മറക്കാൻ ശ്രമിക്കുക. അങ്ങനെയല്ലേ വലിയ വലിയ ആളുകളുടെയൊക്കെ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെയൊക്കെ മരണം പോലും ചിലപ്പോൾ നമ്മളെയൊക്കെ ഒരുപാട് തളർത്തി. പിന്നെ നമ്മൾ അതിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ വരുന്നില്ലേ? അപ്പൊ ആ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ മരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ലേ, അത് സംഭവിക്കുന്നു നമുക്കറിയാം. പക്ഷെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ അത് റിമൂവ് ആവാന് നമ്മൾ എന്ത് ചെയ്യും? മരണം യാഥാർത്ഥ്യമാണല്ലോ, അത് നമ്മൾ കാലങ്ങൾ കൊണ്ട് അത് ഒഴിവായി പോവല്ലോ. മറ്റത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്സിഡന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല നല്ല ചിന്തകളെ വളർത്തിയെടുത്ത് നല്ല NLP പോലുള്ള തെറാപ്പികൾ കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അത് കംപ്ലീറ്റ് ആയിട്ടും മനസ്സിൽ നിന്ന് പോകും. പിന്നെ നമ്മൾ ആലോചിക്കുക, ആ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഉപകാരമുണ്ടോ അതുകൊണ്ട്? അപ്പൊ ആ സാധനത്തെ കംപ്ലീറ്റ് ഒഴിവാക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതിനെ ഈ പറഞ്ഞ പോലെ തന്നെ പോസിറ്റിവിറ്റി കൊണ്ട് പ്രതിരോധിക്കുക. പിന്നെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താന്ന് പറഞ്ഞാലാണ് അത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അത് തിരിച്ചു പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന്റെ കൂടെ കൗൺസിലിംഗ് ഒക്കെ റിയാസാറൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള ആളുകളെ കണ്ട് അതിന് വേണ്ട രീതിയിലുള്ള റെമഡി ഉണ്ടാവും അവരുടെ അടുത്തൊക്കെ.
സർ എല്ലാ ഓക്കെ, താങ്ക് യു മരണവും സർ. എക്സ്പെക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെ? എല്ലാ മരണങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ആയിട്ടുള്ള മരണങ്ങളും ഉണ്ടാവില്ലേ നമുക്ക് ലൈഫില്. ഇനിയിപ്പോ അഥവാ സർ ഉണ്ടാവും. പറയുന്നത് പോലെ അത് മറന്നു എന്ന് വിചാരിക്കുക, പക്ഷെ അതൊരു ആ. താൽക്കാലികം മാത്രമായിരിക്കില്ലേ. നമ്മുടെ മൈൻഡിലേക്ക് നമുക്കിപ്പോ ലൈഫിൽ ധാരാളം പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ നമുക്കൊരു വേറൊരു മൊമെന്റ് അല്ലെങ്കിൽ നമ്മൾ അതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും ആ കാര്യങ്ങൾ കടന്നു വരില്ലേ. ഒരു കുറച്ച് സമയത്തേക്ക് ആ മാറി നിൽക്കുന്നു എന്ന് പറയാം. വരണം. അത് വരണമല്ലോ. കാരണം അത് വന്നിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന, അവരെ ഓർക്കുന്നത് നമ്മൾക്ക് അവർക്ക് കൊടുക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ്. അതൊരു ടെൻഷനിലേക്ക് പോകരുത്. നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ആ രൂപത്തിലേക്ക് അതിനെ മാറ്റി നോക്കുക. നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ടതാണ്. അങ്ങനെ മറവി എന്ന് പറയാൻ പറ്റുമോ അതിനെ? നമ്മൾ അതിനോട് ഒരു പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാന്നല്ലേ പറയാം. അതെ, അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതൊക്കെ മറവിയല്ലല്ലോ. മറവി മാത്രമാക്കട്ടെ. ചിലർക്ക് മറക്കാൻ കഴിയും. ചിലരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ചിലർക്ക് മറക്കാൻ കഴിയും, ചിലർക്ക് മറക്കാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മറക്കാൻ കഴിയില്ല. അത് അവർക്ക് നമ്മൾ ചെയ്യാവുന്ന, അവരെ കുറിച്ച് ഓർക്കാവുന്ന, അവരെ കുറിച്ച് പ്രേ ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ മാറ്റുക. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഈ ഭൂമുഖത്തുണ്ട്, അവരില്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ള രൂപത്തിലേക്ക് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ആ ഒരു മാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. മറക്കുന്നവരുണ്ട്, മറക്കുന്ന സ്വഭാവക്കാരുണ്ട്. അത് വേഗത്തിൽ മറവിയുള്ളവരുണ്ട്, കാലങ്ങൾ കഴിഞ്ഞ് മറക്കുന്നവരുണ്ട്, ചിലർ മറക്കാൻ പറ്റാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ തെറാപ്പിയില് മരണത്തെ കുറിച്ചുള്ള ചിന്ത അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഓരോരുത്തർക്കും അവരുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. മനുഷ്യ മനസ്സിന്റെ കാര്യങ്ങളെല്ലാം സാറ് നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഇപ്പൊ ഈ മറവിയുടെ കാര്യത്തില് എനിക്ക് പറയാനുള്ള, വായിച്ചതിൽ എവിടെയോ എന്റെ മനസ്സിൽ ഇപ്പൊ പതിഞ്ഞ ഒരു കാര്യമാണ്, താൽക്കാലികമായ ജീവിതം. നമ്മുടെ ജീവിതത്തില് നമുക്ക് ഈ നമുക്കുണ്ടായ അനുഭവങ്ങളെല്ലാം സ്ഥിരമാണെന്നുള്ള ആ ബോധത്തെ മാറ്റുക. നമ്മുടെ ജീവിതം തന്നെ താൽക്കാലികമാണ്. മരണം ഒരു ശക്തിയാണ്, അത് അതിന്റെ വഴിക്ക് പോകും. ഈ നമുക്ക് ഇത് സ്ഥിരമാണെന്നുള്ള നമ്മുടെ ഈ മനുഷ്യന്റെ തോന്നലുകളെയാണ് നമ്മൾ മാറ്റേണ്ടത്. നമ്മുടെ ജീവിതം താൽക്കാലികമാണല്ലോ. അങ്ങനെ നമ്മുടെ ജീവിതം എന്ന പാഠപുസ്തകത്തില് നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകളൊക്കെ വരും. ആ മിസ്റ്റേക്കുകളിലെല്ലാം നമ്മൾ വായിച്ച് നമ്മൾ അതിനെ കടത്തി വിടുക. നമ്മൾ നല്ല അധ്യായങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ലളിതമായി സാർ അത് പറഞ്ഞു തന്നു. ഒരുപാട് താങ്ക്സ് സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ റിയാസ് സാറിന്റെ ഇപ്പോഴത്തെ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. ഒരുപാട് സന്തോഷം തോന്നി, കാരണം ഈ നിമിഷത്തില് ഒരു ഭാഗമാകാൻ സാധിച്ചതില്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. മരണം എന്നതൊരു സത്യമാണ്. നമുക്കൊരിക്കലും മരണത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോ അതുകൊണ്ട് തന്നെ അതൊരു സത്യമാണ് എന്ന് വിശ്വസിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. സാർ ഒന്ന് നേരത്തെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരുമോ? എന്താണ് ഇത് നെഗറ്റീവ് തോട്ടിന്റെ പോസിറ്റീവ് തോട്ടാക്കുന്ന കടത്തിന്റെ ഒന്ന് പറഞ്ഞുതരുമോ? കാഴ്ച കൊടുക്കാൻ. അതെ, ഈ പണത്തിന്റെ ഒരു സൈക്കോളജി. പണം ഒരു എനർജിയാണ്. പണം നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ വളരെ താങ്ക്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഈവൻ ഒരു പെട്രോൾ അടിച്ചാൽ അല്ലെങ്കിൽ ഒരു പിച്ചക്കാരന് ഒരു പൈസ കൊടുത്താൽ നമ്മളൊന്ന് മൈൻഡിൽ ആലോചിച്ച് നോക്കുക, ഈ പണം കൊണ്ട് അവൻ നന്നാവട്ടെ, അല്ലെങ്കിൽ ഈ പണം എന്റെ കയ്യിൽ നിന്ന് പോയാലും ഇത് ഉപകരിക്കട്ടെ. നമ്മൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി. പണം ഓട്ടോമാറ്റിക്കായിട്ട് പണം കൊടുക്കുന്നവന്, ദാനം ചെയ്യുന്നവന് തിരിച്ചു വരും എന്നുള്ളതാണ് പണത്തിന്റെ ഒരു വലിയ മനഃശാസ്ത്രം. അതുകൊണ്ട് തന്നെ പണം സർക്കുലേറ്റ് ചെയ്യപ്പെടും. പണത്തെക്കുറിച്ച് നമ്മൾ ആവലാതി വേണ്ട. ഇപ്പൊ നമ്മള് സാധാരണഗതിയിൽ പറയും, ഈ ദരിദ്രന്റെ വീട്ടിൽ പല ഭാഗങ്ങളിലായിട്ടായിരിക്കും പണം വെക്കുക. അരിപാത്രത്തിലുണ്ടാവും, വേറെ എന്തെങ്കിലും ചെമ്പിലുണ്ടാവും, വേറൊരു ഇതിലുണ്ടാവും. ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടായി. എന്നാൽ സമ്പന്നന്റെ വീട്ടിൽ, സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിൽ, അതൊരു പ്രത്യേക സ്ഥലത്തായിരിക്കും. എവിടെ പോയാലും ആ സ്ഥലത്താകുമ്പോൾ പേഴ്സിൽ പണം വെക്കുന്നത് എങ്ങനെയായിരിക്കും? പേഴ്സിൽ കൃത്യമായിട്ട് പണം വെക്കുന്ന ആ ഒരു ഭാഗത്ത് വേറൊന്നും വെക്കില്ല. ID കാർഡോ മറ്റുള്ള കാർഡോ അതൊന്നും വെക്കില്ല. അത് ഓർഡർ ആയിട്ടായിരിക്കും പണം വെക്കുക. അപ്പൊ അങ്ങനെ പണത്തിന് പണം ഒരു എനർജിയാണ് എന്ന് വിശ്വസിക്കുക. ഇതൊക്കെ വിശ്വസിക്കുന്നത് എന്തിനാച്ചാൽ നമ്മളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പണം വരും. പിന്നെ
കടത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കടം വാങ്ങി മറ്റൊരു സ്ഥലത്ത് നിന്ന് കടം വീട്ടാനേ ഉണ്ടാവുള്ളൂ ഓരോ മാസവും, അല്ലെങ്കിൽ എന്തെങ്കിലും കടം തീർക്കണം എന്നുണ്ടെങ്കിൽ. നമ്മൾ അവിടെ സമ്പന്നനാകാൻ വേണ്ടി ചിന്തിക്കുക. സമ്പന്നനാകാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ വരും. അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ പുതിയ ഐഡിയകൾ ഇംപ്ലിമെന്റ് ചെയ്യുക. സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമം. സമ്പത്ത് സമ്പത്ത് സമ്പത്ത്, കടം എന്നുള്ള കടം വീടൽ കടം എന്നുള്ള പറ്റൊന്ന് ഒഴിവാക്കി നോക്കുക ജീവിതത്തിൽ. എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി വെറും അത് ആലോചിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല, ആക്ഷനും കൂടി നമ്മൾ ആ രൂപത്തിലേക്ക് മാറ്റിയെടുത്ത് അങ്ങനത്തെ ഒരു ചിന്താഗതി മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കടം മാറിയിരിക്കും. താങ്ക് യു സാർ. ഹായ് സാർ, ഗുഡ് ഈവനിങ്. ഞാൻ ഹസീന. ആ സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ കുറച്ച് വൈകി ജോയിൻ ചെയ്യാന്. ഒരുപാട് ക്ലാസ്സുകൾ നടത്താറുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഉണ്ട്. അപ്പൊ നമ്മുടെ നെഗറ്റീവ് തോട്ടുകളെ പോസിറ്റീവിലേക്ക് മാറ്റുക എന്നതായിരുന്നു അതിന്റെ ആ ഒരു മെയിൻ തീം. അതായത് പവർ ഓഫ് തിങ്കിങ് എന്ന കാര്യത്തെ കുറിച്ച് അല്ലെ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ ചിന്തകളാണ് പുറത്തോട്ട് വരുന്നത്. അത് നമ്മുടെ മറ്റൊരാളോട് വലിയൊരു ഭാഗമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതിലേക്ക് ഞാൻ വന്നിട്ടില്ല. അത് ഒരു വലിയ പ്രധാനപ്പെട്ട അതല്ല, ഞാൻ സാറിന്റെ ആ ടോപ്പിക് ഇവര് കടത്തിനെ കുറിച്ചും മറ്റ് ചിന്തകളെ കുറിച്ചും എല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് പോസിറ്റീവ് തിങ്കിങ് നിറയ്ക്കാനായിട്ട് നമ്മളിപ്പോ ഒരാളോട് ദേഷ്യമാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അത് അയാളെ ബാധിക്കുന്നില്ല ഒരിക്കലും. നമ്മുടെ മൈൻഡിലാണ് ആ ചിന്ത, ആ ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് തന്നെയാണ് അത് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അതുപോലെയായിരുന്നു നമ്മൾ ഈ കടത്തിനെ കുറിച്ചുള്ള പോസിറ്റീവ് തിങ്കിങ് വരുന്നത്. സമ്പന്നനാകണം, കൊടുക്കണം, ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ നമ്മളെ നയിക്കുന്നത് ആ ചിന്തയായിരിക്കും. അതല്ല കടം വീടണം ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ നമ്മൾ പിന്നീട് ആ താഴ്ചയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ നെഗറ്റീവ്സിനെ നമ്മൾ പാടെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പോസിറ്റീവ്സ് നിറയ്ക്കുക എന്നുള്ള ആ ഒരു തോട്ട് വീണ്ടും ചിന്തിക്കാൻ കഴിയുന്ന വിധത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നതിന് സാറിനൊരു ബിഗ് താങ്ക്സ്. താങ്ക് യു സാറേ. പിന്നെ ഹലോ സാർ, യെസ്, ഈ തോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോ ഇവിടെ UAE താമസിക്കുന്നത്. പിന്നെ ഒരു 8 വർഷമായിട്ട് 4 വർഷം ഇന്റർനാഷണൽ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിഫറെന്റ് കൺട്രീസിലുള്ള ഡിഫറെന്റ് കൾച്ചറിലെ ആളുകളെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. അപ്പൊ ഞാൻ ചിന്തിക്കാറുള്ളത്, ഒരു ലൈഫിൽ ഒരിക്കലും 100% ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് അത് ഇല്ലാത്തതുണ്ടാവും. മേ ബി ഹെൽത്ത് ആവാം, മേ ബി മെന്റൽ പീസ് ആവാം, മേ ബി പണമായിരിക്കാം, മേ ബി നല്ല ഫാമിലി ആയിരിക്കാം. സംതിങ് missing all the life. Yeah, so we have to adjust with that. Nobody is perfect 100%. ഇപ്പൊ നമുക്കുള്ള സങ്കടം അത് ദൈവം നമുക്ക് സങ്കടമായിട്ട് തന്നതാണ്. അത് എല്ലാ ലൈഫിലും ഉണ്ടാവും ഒരു സങ്കടം. നമ്മളെ സങ്കടം ഈ രീതിയിലാണ്. അങ്ങനെ നമ്മൾ അതിനെ ഉൾക്കൊണ്ടാൽ ഒരുപാട് ഒരു നല്ല പോസിറ്റീവ് വൈബ് നമ്മൾ ഉണ്ടാകാൻ പറ്റൂലേ? അതിന് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഒരിക്കലും ഒരാളും പെർഫെക്റ്റ് അല്ല. പെർഫെക്ഷന് വേണ്ടി ആരും കാത്തു നിൽക്കരുത്. പെർഫെക്ഷൻ അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് അത് പെർഫെക്റ്റ് ആവും. ഇപ്പൊ ഏതൊരു സംഭവത്തെ എടുത്ത് നോക്കിയാൽ, ഇപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളിൽ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിക്കോളുന്നില്ല, നിങ്ങൾ പല കാര്യങ്ങളും പെർഫെക്റ്റ് ആയിക്കോളുന്നില്ല. പക്ഷെ നമ്മൾ എന്നാലും ചെയ്യുക, നമ്മളെ കൊണ്ട് കഴിയുന്ന സംഭവങ്ങളിലേക്ക് നമ്മൾ അതുവരെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അതന്നെ കറക്റ്റ്. ഹായ് സർ, ഗുഡ് ഈവനിങ്. എന്റെ പേര് ഹസീന. ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ചാർലി ചാപ്ലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, നമുക്കറിയാം, അദ്ദേഹം ഒരു സ്റ്റേജ് പെർഫോമറാണ്, നടനാണ്, നമുക്കറിയാം. അപ്പോ അത്രയധികം സഫർ ചെയ്തിട്ടുള്ള ലൈഫാണ് അദ്ദേഹത്തിനുള്ളത്, കേട്ടിരിക്കുമല്ലോ. അപ്പോ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്ങനെയാണ് ഓരോ സ്റ്റേജുകളിലും ഇപ്പോ വ്യത്യസ്തമായ കാര്യങ്ങളാണെങ്കിലും അധികവും വന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ വീണ്ടും പറയാം. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കോമഡികൾ തന്നെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ആളുകളെ ചിരിപ്പിക്കാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരേ വിഷമഘട്ടങ്ങൾ തന്നെ ഓർത്ത് നിങ്ങൾ പലതവണ കരയാറില്ലേ? അപ്പൊ എന്തുകൊണ്ട് ഒരേ കാര്യങ്ങൾ തന്നെ ഓർത്ത് നിങ്ങൾക്ക് ചിരിച്ചുകൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാറിന്റെ ഒരു രത്ന ചുരുക്കം അതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമുക്കത് തിരിച്ച് പോസിറ്റീവായി ചിന്തിച്ചാല് തീരാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.
പിന്നെ എന്താ പറയാ, ഞാൻ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാര്യം നമ്മളൊരു മുമ്പേ ഉണ്ടായിരുന്നു, ധാരാളം നമ്മൾ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, ആളുകളിൽ നിന്ന് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബാഗേജുമായിട്ട് നമ്മൾ വീട്ടിലേക്ക് വരും. സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകും, എവിടെയെങ്കിലും നമ്മൾ ചുമക്കും. പക്ഷെ ആ ആളെ ചിലപ്പോൾ കാണുമ്പോൾ ആൾ ആ സംഭവം മറന്നിട്ടുണ്ടാവും. ഇൻ കേസ് പലരും അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ആ വിഷമത്തിന്റെ ഭാരം ചുമന്ന് നടന്നിട്ട് നമ്മൾ ഭയങ്കര വെയിറ്റ് ആയിട്ട് നമ്മൾ നടക്കുകയാണ്. അപ്പോ അതിന്റെ വിഷമം അത് ചുമക്കുന്നവനാണെന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളും അതുപോലെ തന്നെ അത് സിമ്പിളായി കാണാൻ ശ്രമിച്ചാല്, അതായത് നമ്മളൊരു ബസ്സിൽ, ഇപ്പൊ ലൈഫ് നമ്മളൊരു ബസ്സിൽ ഒരു യാത്രക്കാരാണ്. ജസ്റ്റ് ഒരു സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങുന്നതിലേക്കുള്ള ഒരു പ്രശ്നമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനിടയ്ക്കുള്ള ആളുകളുടെ അടുത്ത് ആ പ്രശ്നം അതിനിടയ്ക്ക് തന്നെ തീർക്കാൻ കഴിയുമെങ്കിൽ തീർക്കുക, അല്ലെങ്കിൽ അതിനെ സാറ് പറഞ്ഞതുപോലെ അതാ ആ കാറ്റിൽ അത് പറന്ന് ആ പൊട്ടി ഇല്ലാതാവുന്നു എന്ന് സങ്കല്പിക്കാൻ നമുക്ക് കഴിയുന്നിടത്ത് നമ്മുടെ പ്രശ്നങ്ങൾ തീരുമെന്ന് തോന്നുന്നു എനിക്ക്. നമുക്കത് കഴിയുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. സോ താങ്ക് യു സാർ. ഓക്കെ, ഇതിന് നമുക്ക് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ടേം വന്നിട്ട് മിനിമലിസം. കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കുള്ള സന്തോഷങ്ങൾ അത് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത ഒരു ക്ലാസ് ഒക്കെ വരുമ്പോൾ പറയാം. ഇനി ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെ ചെയർമാൻ നമ്മളെ കൂടെ ഉണ്ട്, ഡോക്ടർ റിയാസ് സാർ. റിയാസ് സാർ, പ്ലീസ് സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ആൻഡ് വോട്ട് ഓഫ് താങ്ക്സ് പ്ലീസ്. Thank you, Dr. Hamza, the GCC patron, for the introduction and invitation. വളരെ മനോഹരമായ ഒരു സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. വളരെ ബ്രെയിൻ സ്റ്റോമിംഗ് ആയിട്ടുള്ള ഡൗട്ട്സും സജഷൻസും അതോടൊപ്പം തന്നെ അവരുടെ ഒപ്പീനിയൻസും ഒക്കെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ച ഒരു നല്ലൊരു സെഷനായിട്ട് 1.5 മണിക്കൂറോളം സമയം നീണ്ടുപോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നെങ്കിലും അതിനെല്ലാം നമുക്ക് മേക്കപ്പ് ചെയ്ത് വിഷയങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാനും വിഷയത്തിന്റെ കൃത്യമായ ഒരു ക്ലെയിം ഓഫ് ദി കണ്ടന്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാനും പ്രിയപ്പെട്ട രതീഷ് മാഷിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ നാഷണൽ കൗൺസിൽ മെമ്പറാണ്. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിന്റെ സ്റ്റേറ്റ് ചീഫാണ്, ചീഫ് കോർഡിനേറ്റർ കൂടിയാണ്. മാത്രവുമല്ല പല മേഖലകളിലും അദ്ദേഹം കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ്. തിരൂര് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ്, വളരെ അറിയപ്പെട്ട ഒരു സീനിയർ ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ രതീഷ് മാഷിന്റെ എക്സ്പീരിയൻസ് ഇപ്പൊ കഴിഞ്ഞ ദിവസവും ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ആലപ്പുഴയിൽ നടന്ന മനോഹരമായ ഒരു പരിപാടി, ഹൗസ് ബോട്ടിൽ നടന്ന പ്രോഗ്രാമിന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് വേറൊരു ഗ്രൂപ്പ് വഴി കിട്ടുകയുണ്ടായി. അപ്പൊ ടീമിനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ പിന്നെ കരവിരുതും വാക്ചാതുരിയും ചിന്തകളും വളരെ പോസിറ്റീവാണ്. അപ്പോ കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിംഗ് സൈക്കോളജി ക്ലാസിന്റെ ഇടയിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യം കൂടി എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്, ചിന്തകളായിട്ട് കണക്ട് ചെയ്തിട്ട്. അതും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം, ഡെലിവറിക്ക് ശേഷം കുട്ടിയെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയ മാതാവിന്റെ മനസ്സിന്റെ ആ ഒരു കാഠിന്യവും ക്രൗര്യവും ഇതെങ്ങനെയാണ് ഒരു സ്ത്രീക്ക് അത് സാധിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന്റെ ഏറ്റവും നല്ല റിസൾട്ട്, ആ സ്ത്രീ ഗർഭവതിയാണെന്നൊരു മനുഷ്യൻ അറിയുന്നില്ല. 10 മാസം ചുവന്നുകൊണ്ട് നടന്നിട്ടും അവർ ഗർഭിണിയാണെന്ന് ഒരാൾക്ക് മനസ്സിലാകുന്നില്ല. ഡെലിവറിക്ക് ഒരു പെയിൻ പോലും ഇല്ലാതെ, നോർമൽ ഡെലിവറി അതൊരു ലീഗൽ മാരേജിൽ നടന്നാൽ എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ അഡ്മിറ്റ് ചെയ്യണം, എത്രയോ ടെസ്റ്റുകൾ നടത്തണം, എത്രയോ പ്രയാസം അനുഭവിച്ചിട്ടാണ് പ്രസവിക്കുന്നത്. ഇങ്ങനെയുള്ള ഇല്ലിസിറ്റ് മാരേജിലൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാകുന്ന ഡെലിവറിക്ക് ഒന്നും ഒരു പെയിൻ പോലും ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് തോട്ടിന്റെ ഏറ്റവും വലിയ പവർ എന്ന് ഞാൻ പറയണ്ടേ. കാരണം ചിന്ത ഇതാരും അറിയരുത്, ഇതൊരു മനുഷ്യനും പിന്നെ തിരിച്ചറിയാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഈ കുട്ടി ജനിച്ചാൽ അതിനെ ഇല്ലാതാക്കി കളയണം എന്നുള്ള നേരത്തെ ഉള്ള ഒരു പ്രീ പ്ലാനിലേക്ക് വേണ്ടിയിട്ട് മനസ്സ് സെറ്റ് ചെയ്ത് ചിന്തകൾ അങ്ങനെ വരുമ്പോൾ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും അവർക്ക് അനുകൂലമായി മാറുകയാണ്. ബോഡിയിൽ ഓക്സിറ്റോസിൻ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട്, പിറ്റോസിൻ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് മസിൽസിന് റിലാക്സ് ചെയ്യേണ്ട സ്ഥാനത്ത് ഈ ചിന്തകളിലൂടെ ഓക്സിറ്റോസിൻ ഉണ്ടാവുകയാണ്. ഈ ചിന്തകളിലൂടെ എൻഡോർഫിൻസ് വരികയാണ്, വേദന ഇല്ലാതാവുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടി പുറത്തു വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിന് പോസിറ്റീവായിട്ട് കണ്ടാൽ ഇന്റൻസ് സിൻസിയറിറ്റി ഇസ് ദ കീ ടു സക്സസ് എന്നിടത്തേക്ക് രതീഷ് മാഷിന്റെ തോട്ട് പ്രോസസ്സും മനസ്സിന്റെ അഗാധതകളിലും മണിച്ചിപ്പുകളിലും അഗാധമായി സൂക്ഷിച്ച നെഗറ്റീവായ വികാരങ്ങളെ പോലും സൈക്കോളജിയുടെ സെൻസിറ്റീവ് ടൂൾസിൽപ്പെട്ട ചില ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കി കളയാൻ സാധിച്ച മനോഹരമായ സംവിധാനം. ഇതൊക്കെ വീണ്ടും പഠിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളാണ്. വീണ്ടും പുതിയ സെഷൻസുമായി കൊണ്ട് പല ട്രെയിനേഴ്സും നമുക്ക് മുന്നിൽ വരുമ്പോൾ രതീഷ് മാഷിന്റെ ക്ലാസ്സുകൾ വീണ്ടും നമുക്ക് വിലപ്പെട്ടതാണ്. സമയം പോലെ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും കടന്നു വരും. 11-ാം തീയതി ശനിയാഴ്ച നമ്മുടെ IAGCയുടെ കേരള ചാപ്റ്ററിന്റെ ഫോർമേഷനും അതോടൊപ്പമുള്ള മറ്റ് ഡിസ്കഷൻസും, ഇനി വരുന്ന വർഷം എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി, സ്കൂൾ പ്രോജക്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോജക്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻസ്, ഇതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ട വളരെ കാര്യഗൗരവമായ ഒരു മീറ്റിംഗ് നമുക്ക് വരുന്നുണ്ട്. IAGCയുടെ ആദ്യകാല പ്രവർത്തകരും അതോടൊപ്പം തന്നെ പുതിയ സമയങ്ങളിലേക്ക് കടന്നു വന്നവരും വളരെ പ്രഗത്ഭരായ ആളുകളും ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും
ആ ഒരു സെഷനിലൂടെ ഇനി വരുന്ന CPT പ്രോഗ്രാംസിനെ പറ്റി നല്ലൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് കൂടി പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും വളരെ നന്ദിയുണ്ട് സമയം ചെലവഴിച്ചതിൽ. രതീഷ് മാഷിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചത്. അദ്ദേഹം നമ്മുടെ ഭാഗമാണ്, IAGCയുടെ ഭാഗമാണ്. എന്നാൽ പോലും ഒരു പ്രത്യേകമായ നന്ദി അവിടെ തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രോഗ്രാമിന്റെ കോർഡിനേഷൻ നടത്തിയ GCC പാട്രൺ പ്രൊഫസർ ഡോക്ടർ ഹംസകുട്ടി, അദ്ദേഹത്തിനും ഗൈതവമായ നന്ദി പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ കോർഡിനേറ്റർ GCC കോർഡിനേറ്റർ നാസിയ മാം, മറ്റ് GCC പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള മറ്റ് അംഗങ്ങൾ, നമ്മുടെ കേരള ചാപ്റ്ററിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട IAGC മെമ്പേഴ്സ്, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും അടുത്ത സെഷൻസിൽ വരുന്ന വ്യാഴാഴ്ച നടക്കുന്ന സെഷൻ, മറ്റന്നാൾ സെഷൻ കൂടിയുണ്ട്. അത് നമ്മുടെ IAGC ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മിസ്റ്റർ ശ്രീറാം നയിക്കുന്ന സുന്ദരമായ സെഷനാണ്. പാരന്റിംഗ് എന്നതാണ് സെഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ കണ്ടന്റ് അതാണ്. പാരന്റിംഗ് ആണ്, എഫക്റ്റീവ് പാരന്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ അടുത്ത ചൊവ്വാഴ്ച എറണാകുളം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രേണുക രാജിന്റെ an insight to POCSO Act എന്ന ഒരു ലോ ആയിട്ട് ബന്ധപ്പെട്ട നിർബന്ധമായിട്ട് എല്ലാവരും പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാം കൂടിയാണ്. അതുകൂടി പ്രത്യേകം ഈ സമയത്ത് അനൗൺസ് ചെയ്യുന്നു. വീണ്ടും അതിന്റെ ഫ്ലയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിലായിക്കൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ കിട്ടും. എല്ലാവരും ആക്റ്റീവ് ആവുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ നല്ല ലക്ഷ്യത്തിലേക്ക് വേണ്ടി എല്ലാവരെയും കൈ ചേർത്ത് നിർത്തിക്കൊണ്ട്, നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നമുക്ക് ഒന്നിക്കാം. എല്ലാവർക്കും ഒരു നല്ല സമയം വരുന്ന ദിവസങ്ങളിൽ ആശംസിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒന്നുകൂടി എല്ലാവർക്കും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് ചുരുക്കുകയാണ്. Good night. Thank you. Good night. Thank you, Riaz sir. Okay, Rajis sir, ini വേറൊരു Okay, bye. കാണാം. Okay, thank you. Thank you, sir.